الله الرحمن الرحيم وما قدر الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി കേരളത്തിലെ അറിയപ്പെടുന്ന ആധ്യാത്മിക മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, അതുപോലെ തന്നെ ദൃശ്യ മാധ്യമങ്ങളിൽ, നമ്മുടെ ടിവിയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആദരണീയനായ രാഹുൽ ഈശ്വർ അവർകളാണ്. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഏറെ പ്രയാസങ്ങൾ സഹിച്ചാണ് ഇതുപോലെയുള്ള ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ വന്നെത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഭക്ത ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ഈ നാടിനു വേണ്ടി അദ്ദേഹത്തോടുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് ആദരപൂർവ്വം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു. 23 മിനിറ്റ് 4 കാര്യങ്ങൾ. ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എത്ര നേരം സംസാരിക്കും, എത്ര പോയിന്റ് സംസാരിക്കും എന്ന് പറഞ്ഞാൽ തുടങ്ങാറുള്ള 23 മിനിറ്റ് 4 കാര്യങ്ങൾ. ആദ്യം തന്നെ പാച്ചേനി ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആരാധ്യനായ ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, പ്രിയപ്പെട്ട ആദരണീയനായ റവറൻ ഫാദർ ജോസഫ് മഞ്ചപ്പള്ളിയിൽ, പ്രിയപ്പെട്ട ഗംഭീര പ്രഭാഷകൻ കൂടിയായ ശ്രീ മുജാഹിദ് ബാലുശ്ശേരി, ഏറ്റവും ഗംഭീരമായി സാമൂഹിക വിഷയങ്ങളെയും ആത്മീയ വിഷയങ്ങളെയും സ്പർശിച്ച് ആഴത്തിൽ നമ്മളോട് സംസാരിച്ച മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ സജീവ് മറോളി, ശ്രീ പ്രിയപ്പെട്ട സുഹൃത്തും ഊർജ്ജസ്വലനായ സംഘാടകനുമായ ശ്രീ ET രാജീവൻ, പ്രിയപ്പെട്ട ശ്രീ മൊയ്തു, ശ്രീ കൊയ്യം ജനാർദ്ദനൻ, ശ്രീ രാജേഷ്, ശ്രീ EV ശശിധരൻ, ശ്രീ PC റഷീദ്, ശ്രീ പ്രിയേഷ് കുമാർ, ശ്രീ VV രാമചന്ദ്രൻ, നിങ്ങൾ ഓരോരുത്തരും. ആദ്യത്തെ പോയിന്റ്, ഇന്ന് ആദരണീയനായ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകമാനം നമ്മുടെ സംസ്കാരത്തോട്, ഇന്ത്യയോട് ഒരു താല്പര്യം ഉണ്ടാകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് യുവാക്കൾ വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്ന് ഇവിടെ ഉണ്ട്. എല്ലാവരുടെ കയ്യിലും മൊബൈലും ഫേസ്ബുക്കും ഒക്കെ ഉണ്ട്. ഈ ഫേസ്ബുക്കിന്റെ ചരിത്രം ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല. ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ അമേരിക്കയിലെ യഹൂദ സമുദായത്തിൽ പിറന്ന, ജൂത സമുദായത്തിൽ പിറന്ന മാർക്ക് സക്കർബർഗ് എന്നൊരു വ്യക്തിയാണ്. ഈ മാർക്ക് സക്കർബർഗ് അദ്ദേഹത്തിന്റെ യുവാവായിരുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ദിശാബോധമില്ലായിരുന്ന കാലഘട്ടത്തിൽ, നമ്മുടെ മറ്റൊരു പ്രമുഖ മൊബൈലും ലാപ്ടോപ്പും ഒക്കെ നിങ്ങൾ കണ്ടു കാണും. ആപ്പിൾ എന്നാണ് പേര്. ഈ ആപ്പിൾ ഐപാഡ്, ലാപ്ടോപ്പ്, മൊബൈലൊക്കെ കണ്ടു കാണും. ഈ ആപ്പിളിന്റെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സിനെ കാണാൻ പോയി. സ്റ്റീവ് ജോബ്സിനെ കണ്ടിട്ട് ചോദിച്ചു, എനിക്ക് എന്നോട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കൃത്യമായി മാർക്ക് സക്കർബർഗിന്റെ വാക്കുകളാണ്, ഐ കനോട്ട് കണക്ട് ടു മൈസെൽഫ്. എനിക്ക് എന്നോട് തന്നെ ഒരു ബന്ധം തോന്നുന്നില്ല, എനിക്ക് ജീവിതത്തിൽ ഒരു ദിശ തോന്നുന്നില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പൊ ആപ്പിളിന്റെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് പറഞ്ഞു, ഇന്ത്യ എന്നൊരു രാജ്യമുണ്ട്, അതൊരു ആത്മീയതയുടെ കേന്ദ്രമാണ്. ഇവിടെ സ്റ്റീവ് ജോബ്സിന് താല്പര്യമുള്ള ഒരു അമ്പലമുണ്ട്. നമ്മൾ മലയാളികളോ സൗത്ത് ഇന്ത്യക്കാരോ പോലും കേൾക്കാത്തൊരു അമ്പലമാണ്, പക്ഷെ അമേരിക്കക്കാരനെ അദ്ദേഹം കേട്ടിട്ടുണ്ട്. ആ അമ്പലത്തിന്റെ പേര് നീം കരോരി ബാബ ടെമ്പിൾ എന്നാണ്. ഉത്തരാഖണ്ഡ് എന്ന നമ്മുടെ സംസ്ഥാനത്തിലാണ് ആ അമ്പലമുള്ളത്. ഈ അമ്പലത്തിൽ നിങ്ങൾ പോകണം, 1-2 ദിവസം ധ്യാനം ഇരിക്കണം, അവിടുത്തെ ഈ സന്യാസിയെ കണ്ട് അനുഗ്രഹം മേടിച്ചിട്ട് വരണം എന്ന് മാർക്ക് സക്കർബർഗിനോട് പറയുകയും അദ്ദേഹം ഈ അമ്പലത്തിൽ വന്ന് ധ്യാനം ഇരുന്ന് അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് തിരിച്ചു പോയതിനു ശേഷമാണ് ഫേസ്ബുക്ക് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു വിഷനായിട്ട് എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോയതെന്ന് ഇന്ത്യയിൽ മാർക്ക് സക്കർബർഗ് വന്നപ്പോൾ നമ്മുടെ പത്രക്കാരോട് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കുറിച്ച് എഴുതുന്ന ഓർമ്മക്കുറിപ്പുകളിൽ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ആയുർവേദമാകട്ടെ, യോഗയാകട്ടെ, ആത്മീയതയാകട്ടെ, ഇവയ്ക്ക് ലോകവ്യാപകമായ ഒരു സ്വീകാര്യത കിട്ടുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത്.
196 രാജ്യങ്ങളുണ്ട് ലോകത്ത്. അതിൽ 175 രാജ്യങ്ങൾ പിന്തുണച്ച് ഇന്ന് ഇന്ത്യ ഒരു അന്താരാഷ്ട്ര യോഗാ ദിനം മുമ്പിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ചൈനയും അമേരിക്കയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് UN-ന്റെ ചരിത്രത്തിൽ, ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം വോട്ട് കിട്ടിയ, പിന്തുണ കിട്ടിയ സംഭവം ഈ അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. എങ്ങനെ 176 എന്നാണ് എൻ്റെ ഓർമ്മ. 176 രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി നമുക്കൊരു അന്താരാഷ്ട്ര യോഗാ ദിനം കൊണ്ടുവരാൻ കഴിഞ്ഞ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗിന്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഉപദേഷ്ടാവായിരുന്ന സാം പിത്രോദ, ഇന്ത്യ കണ്ട ഏറ്റവും ഊർജ്ജസ്വലനായ പ്രധാനമന്ത്രിമാരിൽ ഒരാളായ രാജീവ് ഗാന്ധിയുടെ അടുത്ത സുഹൃത്തും നമ്മളെല്ലാം ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ വിപ്ലവത്തിന്റെ തുടക്കക്കാരനുമായ സാം പിത്രോദ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒരു അവസരം ഉണ്ടായി. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ ചോദിച്ചു, മലയാളികൾ എന്താ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ആയുർവേദ ആൻഡ് ഹെൽത്ത് ടൂറിസം. നിങ്ങളെ ലോകത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കുന്ന ലോക ടൂറിസം ഭൂപടത്തിലടക്കം നമ്മുടെ റവന്യൂ, വരുമാനവും നമ്മുടെ സംസ്കാരത്തെയൊക്കെ അറിയാൻ ഒരുപാട് വിദേശങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ആയുർവേദം, യോഗ, ധ്യാനം, ആത്മീയത ഇവയ്ക്കൊക്കെ ലോകവ്യാപകമായൊരു അംഗീകാരം കിട്ടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശാസ്ത്ര സമൂഹമടക്കം ഇതിന്റെ ഗുണങ്ങളെ അറിഞ്ഞ് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഇതിനെക്കുറിച്ച് റിസർച്ച് നടക്കുന്ന ഒരു കാലഘട്ടം. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യ ആയുർവേദം പോലെ, യോഗ പോലെ, ധ്യാനം പോലെ, ആത്മീയത പോലെ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് നമ്മുടെ മതസൗഹാർദ്ദം. എനിക്ക് 62 രാജ്യങ്ങളിൽ ലോകത്തിൽ സഞ്ചരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനൊരു രാജ്യം നിങ്ങൾക്ക് ലോകത്തിൽ എവിടെയും കാണാൻ കഴിയില്ല. അത്രമാത്രം മതസൗഹാർദ്ദമുള്ള. അതുകൊണ്ടാണ് വിവേകാനന്ദൻ ലോക മതമഹാസമ്മേളനത്തിൽ ചെന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് സഹിഷ്ണുതയിൽ വിശ്വാസമില്ല, ഞങ്ങൾ സഹവർത്തിത്വത്തിലാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് സഹിഷ്ണുതയിൽ വിശ്വാസമില്ല, ഞങ്ങൾ സമന്വയത്തിലാണ് വിശ്വസിക്കുന്നത്, സൗഹാർദ്ദത്തിലാണ് വിശ്വസിക്കുന്നത്. വ്യത്യസ്ത മതങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ പരസ്പരം ബഹുമാനിച്ചും ആദരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന ഇത്തരത്തിലുള്ളൊരു നാട് ലോകത്തിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തുണ്ടെങ്കിൽ അത്ഭുതമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ശ്രീ ഹമീദ് അൻസാരി എരുമേലിയിൽ ഒരു പരിപാടിക്ക് വന്നിരുന്നു. നമ്മുടെ PJ കുര്യൻ സാർ ഉണ്ടായിരുന്നു, ഹമീദ് അൻസാരി ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഈ എരുമേലി പള്ളി അമ്പലവും ഒരുമിച്ചാണ് നമ്മുടെ ഉത്സവം നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനൊരു കാഴ്ച ഞങ്ങൾ നോർത്ത് ഇന്ത്യക്കാർ പലപ്പോഴും കണ്ടിട്ടില്ല. അതായത് എരുമേലി ശാസ്താ ക്ഷേത്രത്തിലെ, അയ്യപ്പ ക്ഷേത്രത്തിലെ തിടമ്പേറ്റി ആന ആ പള്ളിക്ക് ചുറ്റും വലം വെക്കുകയും കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികൾ പള്ളിയിൽ കയറി അവിടത്തെ നമസ്കാരവും ആദരവും അർപ്പിച്ചിട്ട് പോകുന്ന, എനിക്ക് പഠിക്കാൻ അവസരം ലഭിച്ചത് ഇംഗ്ലണ്ടിലെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്ന വിശ്വവിഖ്യാതമായ സ്ഥാപനത്തിലാണ്. ഭാരതത്തിന്റെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറും മൻമോഹൻ സിംഗ്ജിയും ഒക്കെ പഠിച്ച ഈ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നമ്മൾ വന്ന സ്ഥലങ്ങളെ കുറിച്ച് പറയാൻ ഞങ്ങളോട് പറയും ഫസ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞ ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്ന്, ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ, അയ്യപ്പസ്വാമിയെ കാണാൻ 41 ദിവസം വ്രതം എടുത്ത് പോകുമ്പോൾ ആചാരപരമായി ആർത്തുങ്കലെ ക്രിസ്ത്യൻ വെളുത്തച്ഛന്റെ ഒരു പള്ളിയുണ്ട്. അതായത് ആർത്തുങ്കൽ മുഹമ്മ സ്ഥലത്താണ് വെളുത്തച്ഛൻ എന്ന് പറയുന്ന അയ്യപ്പനെ വിദ്യാഭ്യാസത്തിൽ സഹായിച്ച ഒരു അവിടുത്തെ ഫാദറാണ്. വെള്ള ലോഹയിട്ട അച്ഛൻ, ആ അർത്ഥത്തിലായിരിക്കണം അദ്ദേഹത്തെ വെളുത്തച്ഛൻ എന്ന് വിളിക്കുന്നത്. ആ വെളുത്തച്ഛന്റെ പള്ളിയിൽ കയറി എരുമേലി വാവര് പള്ളി, അതായത് ശബരിമല തിരിച്ചു പിടിക്കാൻ അയ്യപ്പനെ സഹായിക്കുന്നത് ഒരു മുസ്ലിം ആർമിയാണ്. അല്ലെങ്കിൽ ഈ ബാബർ, വാവരെന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് പാത്തുമ്മയുടെ മോനായ ബാബർ, പാത്തുമ്മ ഫാത്തിമയാണ്. ഈ ബാബറിന്റെ സൈന്യമാണ് അയ്യപ്പനെ സഹായിച്ചത്. അതുകൊണ്ടാണ് ഇന്നും അവിടെ ആദരവോടുകൂടി പോകുന്നത്. ശബരിമല ക്ഷേത്രത്തിനുള്ളിൽ, ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം, ഒരു വാവര് സ്വാമി നടയുണ്ട്. ഇസ്ലാം മത വിശ്വാസികൾക്ക് സഗുണാരാധന, വിഗ്രഹാരാധന തുടങ്ങിയ കാര്യങ്ങൾ ഷിർക്ക് ആയതുകൊണ്ട്, അനുവദനീയമല്ലാത്തത് കൊണ്ട് ഇന്നും ശബരിമലയ്ക്കുള്ളിൽ ഈ വാവരസ്വാമി നടയിൽ വാവരുടെ വാളാണ് വെച്ചിരിക്കുന്നത്, പരിശുദ്ധ ഖുറാനാണ് വെച്ചിരിക്കുന്നത്. ഈ എരുമേലി പള്ളിയുടെ തൊട്ടിപ്പുറത്ത് ഈ ശാസ്താ ക്ഷേത്രത്തിൽ വളരെ രസകരമായ ഒരു കാഴ്ചയുണ്ട്. ഒരുപക്ഷെ ലോകത്തിൽ എവിടെയും കാണാൻ കഴിയാത്തൊരു കാഴ്ച. അവിടെ ഈ വാവര് നട എന്ന് പറയുന്നത് ഇതുപോലൊരു നട വെച്ചിട്ടുണ്ട്.
ഈ നടയിൽ വെറും ഒരു ആർച്ച് മാത്രമാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ 6-ാം വയസ്സിലോ 7-ാം വയസ്സിലോ ആണ് ആദ്യമായിട്ട് ശബരിമലയിൽ പോകുന്നത്. അപ്പൊ ഞാൻ മുത്തശ്ശനോട് ചോദിച്ചു, ഇവിടത്തെ വിഗ്രഹം എവിടെ, ഇവിടത്തെ ആൾ എവിടെ, പുള്ളിയെ കുളിക്കാൻ കൊണ്ടുപോയോ, നീരാട്ടിന് കൊണ്ടുപോയോ, ആളെ കാണുന്നില്ലല്ലോ. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, ഇസ്ലാമിക സമൂഹത്തിന് അങ്ങനെ ഒരു സഗുണാരാധനയിലോ അല്ലെങ്കിൽ സിമ്പൽ വെച്ചുള്ള ആരാധനയിൽ അല്ല അവരുടെ താല്പര്യം. അതുകൊണ്ട് നമ്മൾ വാവരെ ബഹുമാനിക്കാൻ തീരുമാനിച്ചപ്പോ, വാവര് സ്വാമിയുടെ സംഭാവനകളെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോ ഒരു ആർച്ച് മാത്രമാണ് വെച്ചത്. നമ്മൾ നിങ്ങളെ ആദരിക്കും എന്ന് മാത്രമല്ല, നിങ്ങൾ ഏത് രീതിയിൽ ആദരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ ഒരു ജനതയെ ആഗ്രഹിക്കുമെന്ന് പറയുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. വ്യക്തിപരമായി പറഞ്ഞാൽ എന്റെ ജീവിതത്തിലെ, ഞാൻ എന്റെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനം തിരുവനന്തപുരത്തെ YMCA, യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ എന്നാണ് പേര്. YMCAയുടെ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറിയായി 2 വർഷം പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ച, ഇന്നും YMCAയുടെ ഡയറക്ടർ ബോർഡിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അന്ന് നമ്മളോട് പത്രക്കാർ ചോദിക്കും, അതെങ്ങനെയാണ് ഈ YMCA ബോർഡിന്റെ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി ആയിട്ട് ഒരു ഹിന്ദുവിന് പ്രവർത്തിക്കാൻ കഴിയുക? നിങ്ങൾ പറയാറുണ്ട്, അതാണ് നമ്മുടെ മതസൗഹാർദ്ദം, നമ്മുടെ ബഹുസ്വരത. വ്യത്യസ്തതകളുള്ളപ്പോഴും ആ വ്യത്യസ്തതകളെ വിരോധമായി കാണാതെ വൈവിധ്യമായി കാണുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന, നമ്മുടെ ഡൈവേഴ്സിറ്റിയെ ആഘോഷിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഇന്നത്തെ തലമുറകളാണ്. ഈ ഒരാശയം ഉണ്ടെങ്കിലേ ലോകത്തിന് നിലനിൽക്കാൻ പറ്റും. ഇന്നൊരു ഗ്ലോബലൈസ്ഡ് ലോകത്ത്, ആഗോളവൽകൃത ലോകത്ത്, മതങ്ങൾ വ്യത്യസ്ത, ജാതികളും വംശങ്ങളും വർണ്ണങ്ങളും, ഓരോ മതങ്ങൾക്കുള്ളിലും അന്തരവിഭാഗങ്ങൾ, വ്യത്യാസങ്ങളുള്ള ഈ ലോകത്ത് ഇന്ത്യ എന്ന ആശയം, ഭാരതം എന്ന ആശയം, ബഹുസ്വരത എന്നൊരു ആശയം, സെക്കുലർ എന്ന് നമ്മൾ വിളിക്കുന്ന, പ്ലൂറൽ എന്ന് നമ്മൾ വിളിക്കുന്ന ആശയം നിലനിന്നാൽ മാത്രമേ ഈ ലോകത്തിന് മുമ്പോട്ട് പോകാൻ കഴിയൂ. ആ ബഹുസ്വരതയുടെ ഏറ്റവും നല്ല ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ മാനവ ഐക്യ സംഗമങ്ങൾ. ആ അർത്ഥത്തിൽ ആ മാനവ ഐക്യ സംഗമത്തെ പ്രണമിച്ച് ഇതിന്റെ കൺവീനർമാരായ OP പ്രഭാകരനെയും VV രാമചന്ദ്രനെയും രാജീവൻജിയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് 3-ാമത്തെ പോയിന്റ്, ഞാൻ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 560 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയത്. ആ 560 കിലോമീറ്റർ സഞ്ചരിച്ചെത്തിയത് ഈ 3-ാമത്തെ പോയിന്റ് പറയാനാണ്. ആദ്യത്തെ 2 പോയിന്റുകൾ കേൾക്കാൻ നല്ല സുഖമുള്ളതാണ്, ഭാരതത്തിന്റെ മഹത്വം, മതസൗഹാർദ്ദത്തിന്റെ പ്രസക്തി. ഇനിയും പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ കേൾക്കാൻ കുറച്ച് സുഖമില്ലാത്തതാണ്. ആദ്യത്തെ 2 നമ്മുടെ പോസിറ്റീവാണ്, ഇനിയും പറയാൻ പോകുന്ന 2 നമ്മുടെ നെഗറ്റീവാണ്. ആദ്യത്തേത് നമ്മുടെ മേന്മയാണ്, ഇനിയും പറയാൻ പോകുന്ന നമ്മുടെ ന്യൂനതയാണ്. ആദ്യത്തേത് മറന്നാലും കുഴപ്പമില്ല, കാര്യം അത് നമ്മുടെ രക്തത്തിലും ആത്മാവിലും അലിഞ്ഞു ചേർന്നതാണ്. ഇനിയും പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ മറക്കരുത്. 95% മഹത്വമുള്ള ഒരു ജനതയാണ് നമ്മൾ. പക്ഷേ 5% പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുമുണ്ട്. ആ പ്രശ്നങ്ങളാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്, പക്ഷെ ചില ന്യൂനതകളുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ വേദിയിൽ നമ്മുടെ കുറ്റം പറയുന്നു? അത് പറഞ്ഞ് പരിഹരിക്കാൻ കൂടിയുള്ള വേദികളാണ് ഇത്തരം സദസ്സുകൾ. ഒരുപാട് നന്മകളുണ്ടെങ്കിലും നമ്മുടെ 1-2 തിന്മകളാണ് അടുത്ത ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. പൊതുവെ നമ്മുടെ കേരളത്തിൽ 2 തരം വേദികളാണുള്ളത്. നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇതിനെ കണ്ണടച്ചങ്ങ് പ്രശംസിക്കും, ഇതിന് തെറ്റുകുറ്റങ്ങളില്ല, പിഴവുകളില്ല, കുറ്റങ്ങളില്ല, പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞ് ഇതിനെ അന്ധമായി പ്രശംസിക്കും. അല്ലെങ്കിൽ ഇതിനെ അന്ധമായി വിമർശിക്കും. ഇതെല്ലാം പ്രതിലോമമാണ്, ഇതെല്ലാം വർഗീയമാണ്, ഇതെല്ലാം മോശമാണ് എന്ന് പറഞ്ഞു. അന്ധമായ പ്രശംസയും അപകടമാണ്, അന്ധമായ വിമർശനവും അപകടമാണ്. നമുക്ക് കണ്ണു തുറന്നുള്ള പ്രശംസയും നിഷ്പക്ഷമായ വിമർശനവുമാണ് വേണ്ടത്. 95% മഹത്വമുള്ള സംസ്കാരത്തിലെ 5% ന്യൂനതയാണ് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ എല്ലാവരും, എല്ലാ മലയാളികളും നിർബന്ധപൂർവ്വം വായിച്ചിരിക്കേണ്ട, എല്ലാ അമ്പലങ്ങളിലും നിർബന്ധപൂർവ്വം മേടിച്ചു വെക്കേണ്ട ഒരു പുസ്തകത്തെ കുറിച്ചാണ് അടുത്ത സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 8 വർഷം ഞാൻ 2600 വേദികളിലോളം പങ്കെടുത്തിട്ടുണ്ട്. 2600 വേദിയിലും പോയത് ഈ പുസ്തകത്തിന്റെ കാര്യം പറയാനാണ്. എല്ലാ മലയാളികളും നിർബന്ധമായി വായിച്ചിരിക്കേണ്ട, എല്ലാ അമ്പലങ്ങളിലും നിർബന്ധപൂർവ്വം മേടിച്ചു വെക്കേണ്ട ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ സഹോദരനാണ്. നമ്മൾ എല്ലാവരും അമ്പലങ്ങളിൽ മേടിച്ചു വെക്കേണ്ട ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ഒരു സന്യാസി അല്ല, ഒരു ആത്മീയാചാരനല്ല, അത് എഴുതിയിരിക്കുന്നത് ഒരു പോലീസുകാരനാണ്. പുസ്തകത്തിന്റെ പേര് മലയാളി ഇങ്ങനെ മരിക്കണമോ. പുസ്തകം എഴുതിയിരിക്കുന്ന വ്യക്തി ഡോക്ടർ സിബി മാത്യൂസ് IPS, കേരള പോലീസിലെ DGP ആയിരുന്ന, വിവരാവകാശ കമ്മീഷണർ ആയിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ശ്രീ സിബി മാത്യൂസ്. ഇദ്ദേഹം ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റിന് വേണ്ടി ഒരു പഠനം നടത്തി. ആ പഠനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ ആനുപാതികമായി നടക്കുന്ന സ്ഥലങ്ങളിലൊന്ന് കേരളമാണ്.
ശ്രീ സിബി മാത്യൂസ് ചോദിക്കുന്നു, ഏത് മലയാളിയാണ് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നത്? കേരളീയരിലാണ് ഏറ്റവും ആത്മഹത്യ, മലയാളികളിലാണ് ഏറ്റവും ആത്മഹത്യ. ഏത് മലയാളിയാണ് ഇവിടെ ആത്മഹത്യ? പേജ് നമ്പർ 68 സിബി മാത്യൂസ് ചൂണ്ടിക്കാട്ടുന്നു, കേരള ജനസംഖ്യയിൽ ഏകദേശം 26% നമ്മുടെ മുസ്ലിം സഹോദരന്മാരുള്ളത്. ഏകദേശം 20%-ലധികമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാരുള്ളത്. ബാക്കി വരുന്ന 50% ചുല്ലുവാനാണ് കേരളത്തിലെ ഹൈന്ദവ സമൂഹമുള്ളത്. ഇതിൽ 26%-ഓളമുള്ള മുസ്ലിം ജനവിഭാഗത്തിൽ 8% ആത്മഹത്യ. 20%-ലധികമുള്ള ക്രിസ്ത്യൻ സമൂഹത്തിൽ ഏകദേശം 12% ആത്മഹത്യ. ബാക്കി വരുന്ന ഈ 50%-ഓളമുള്ള ഭൂരിപക്ഷ ജനവിഭാഗത്തിലാണ് 80%-ഓളം ആത്മഹത്യ നടക്കുന്നത്. ഓർക്കുക, പറയുന്നത് ഒരു ഹിന്ദു അല്ല, ഒരു ക്രിസ്ത്യൻ സഹോദരനാണ്. പറയുന്നത് നമ്മളെ പോലെ സാധാരണക്കാരല്ല, DGP ആയ ഒരു വ്യക്തിയാണ്. പറയുന്നത് ഒരു പ്രഭാഷണത്തിലല്ല, 5 വർഷം ഗവേഷണം നടത്തി MG യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറേറ്റ് തീസിസിൽ DC ബുക്സ് പുറത്തിറക്കിയ ഈ പുസ്തകത്തിലാണ് ഇത് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിൽ ഇത്രയും ആത്മഹത്യകൾ ഉണ്ടാകുന്നത്? എന്താണ് കാരണം? ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വേദിയിൽ പോകാറുണ്ട്, എല്ലാ സമുദായങ്ങളുടെയും വേദിയിൽ പോകാറുണ്ട്. ഇത്തവണ നമ്മുടെ ഹജ്ജ് കമ്മിറ്റിയിൽ നമ്മുടെ മക്കയിലേക്ക് പോകുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പാത തേടി പോകുന്ന നമ്മുടെ ഹാജിമാരുമായി ഒരു ദിവസം ചീഫ് ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചിരുന്നു. ആദരണീയനായ ബാപ്പൂട്ടി മുസ്ലിയാരായിരുന്നു പരിപാടിയുടെ സംഘാടകൻ, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ. ക്രിസ്ത്യൻ പരിപാടികൾക്ക് പോകാറുണ്ട്. ഞാൻ തിരുവനന്തപുരത്തെ RCLC പള്ളികളിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. കേരള സംസ്ഥാന ഇപ്പോഴത്തെ ഗവൺമെന്റ്, കേരളത്തിലെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ യുവജന കമ്മീഷന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. കൈരളിയിലാണ് എന്റെ മാധ്യമ പ്രവർത്തനം തുടങ്ങിയത്. എന്റെ ഭാര്യ ഇപ്പോഴും ഇടതുപക്ഷക്കാരുടെ കൈരളിയിൽ 8 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എല്ലാ പരിപാടികളും ഞാൻ പോകാറുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടിക്ക് പോകുമ്പോൾ, CPM-ന്റെയും CPA-യുടെയും നമ്മുടെ സഖാക്കളുടെയും പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ ഈ പോയിന്റ് പറയും. അപ്പൊ അവര് പറയും, സാർ അത് നമുക്ക് ഹിന്ദു എന്ന് പറയണ്ട, പറയുന്നതെല്ലാം വളരെ കറക്റ്റായ കാര്യമാണ്, ബാക്കി പറഞ്ഞ സാർ കുഴപ്പമില്ല, ഹിന്ദു എന്ന വാക്ക് ഉപയോഗിക്കരുത്. അവിടെ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, 26% മുസ്ലിം ജനവിഭാഗത്തിൽ 8% ആത്മഹത്യ, 20%-ഓളമുള്ള ക്രിസ്ത്യൻ ജനവിഭാഗത്തിൽ 12% ആത്മഹത്യ, ബാക്കി വരുന്ന 50% കേരളത്തിലെ മനുഷ്യരിലാണ് 80% ആത്മഹത്യ ഉണ്ടാകുന്നത്. കോൺഗ്രസ്സുകാരുടെ പരിപാടിക്ക് പോകുമ്പോൾ അവർ പറയും, സാർ ഹിന്ദുവിനേക്കാൾ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു പാർട്ടിക്ക് ചേർന്നത്. അപ്പൊ അവിടെ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, 50% ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ 20% ആത്മഹത്യ നടക്കുമ്പോൾ 50% ഭൂരിപക്ഷ വിഭാഗത്തിൽ 80%-ഓളം ആത്മഹത്യ നടക്കും. BJP-യുടെ RS-ന്റെ പരിപാടിക്ക് പോകുമ്പോൾ അവർ പറയും, സാർ ഹിന്ദു എന്ന് തന്നെ എടുത്തു പറയണം. എന്നാൽ ശരി, അങ്ങനെ ഹിന്ദുക്കളുടെ ഇടയിലാണ് 80% ആത്മഹത്യ. NSS-ന്റെയും നായർ സമുദായത്തിന്റെയും സുകുമാരൻ നായർ സാറുടെയും പരിപാടിക്ക്, മഹാനായ മന്നത്തിന്റെ സൗരഭ്യമുള്ള NSS-ന്റെ പരിപാടിക്ക് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാ, പക്ഷേ ഹൈന്ദവൻ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഞാൻ പറയാം, ശരി, അങ്ങനെയാണെങ്കിൽ ഹൈന്ദവരുടെ ഇടയിലാണ് 80% ആത്മഹത്യ. വെള്ളാപ്പള്ളി നരേശൻ സാറിന്റെയും SNDP-യുടെയും ഒക്കെ പരിപാടിക്ക് പോകുമ്പോൾ അദ്ദേഹം പറയും, നമ്പൂതിരി മുതൽ നായാടി വരെ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഞാൻ പറയാം, ശരി, അങ്ങനെയാണെങ്കിൽ നമ്പൂതിരി മുതൽ നായാടി വരെയിലാണ് 80% ആത്മഹത്യ നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ ബാക്കിയുള്ള മനുഷ്യരെന്ന് വിളിക്കുന്ന, കോൺഗ്രസ്സുകാർ ഭൂരിപക്ഷ സമുദായം എന്ന് വിളിക്കുന്ന, BJP-യും RSS-ഉം ഹിന്ദുക്കളെന്ന് വിളിക്കുന്ന, നായർ സമുദായക്കാർ ഹൈന്ദവരെന്ന് വിളിക്കുന്ന, SNDP-ക്കാർ നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് വിളിക്കുന്ന ഈ അമ്പലവാസി മുതൽ ആദിവാസി വരെയുള്ള വിഭാഗത്തിലാണ് 80%-ഓളം ആത്മഹത്യ നടക്കുന്നത്. രണ്ടാമത്തെ കണക്ക് ഈ പുസ്തകത്തിലെ പേജ് നമ്പർ 72 സിബി മാത്യൂസ് പറയുന്നു, കേരളത്തിലെ മദ്യപാനത്തിന് അടിപ്പെടുന്നവരുടെ കണക്ക്. അതായത് വല്ലപ്പോഴും ഒരു പെഗ് കഴിക്കുന്നവരല്ല, വല്ലപ്പോഴും ബിയർ കഴിക്കുന്നവരല്ല, സുഹൃത്തുക്കളോടിരുന്ന് തമാശയ്ക്കും രസത്തിനും 1-2 പെഗ് മദ്യം കഴിക്കുന്നവരല്ല, മദ്യം കഴിച്ചില്ലെങ്കിൽ കൈവിറയ്ക്കുന്നവരുടെ എണ്ണം, മദ്യം കഴിച്ചില്ലെങ്കിൽ മദ്യം കഴിച്ച് വീട്ടിൽ വന്ന് ഭാര്യയെ തല്ലുന്നവരുടെ, മദ്യപിച്ച് നശിക്കുന്നവരുടെ, ലിവർ സിറോസിസ് വന്ന് മരിക്കുന്നവരുടെ എണ്ണം എടുത്താൽ 83.7% ഹൈന്ദവ സമൂഹത്തിലാണ്. 83.7 ഈ ഹിന്ദു സമൂഹത്തിലാണ് സംഭവിക്കുന്നത്. അടുത്തത് അല്ലെങ്കിൽ വൃദ്ധജനങ്ങൾ, വാർദ്ധക്യത്തിൽ ജീറിയാട്രിക് ഇഷ്യൂസ് ഇംഗ്ലീഷിൽ പറയുന്ന ഓൾഡ് ഏജ് ഇഷ്യൂസ്, അത് 82% ഈ ഭൂരിപക്ഷ സമുദായത്തിലാണ് നടക്കുന്നത്. ഡിപ്രഷൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ഉള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. വിഷാദ രോഗം എന്നൊക്കെ പറയും. ആ വിഷാദ രോഗത്തിലെ 78%-ഓളം വരുന്നതും ഈ ഭൂരിപക്ഷ വിഭാഗത്തിലാണ് സംഭവിക്കുന്നത്. അടുത്ത കണക്ക് കുറച്ചുകൂടെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഈ ലോകത്തിൽ, ഇതുവരെ ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത്,
ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സിന്റെ നിരക്കുകൾ വർദ്ധിച്ചത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. അമേരിക്കയേക്കാൾ യൂറോപ്പിനേക്കാൾ കൂടുതൽ ഡിവോഴ്സിലെ വർധനയുടെ നിരക്ക് കൃത്യമായി ഞങ്ങളുടെ യുവജന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വനിതാ കമ്മീഷൻ പോലെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. കോടതിയുടെ അധികാരങ്ങളോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ബോഡിയാണ്. ഞങ്ങൾക്കിപ്പോൾ അതിന്റെ കണക്കുകൾ കുടുംബ കോടതികളിൽ നിന്ന് കിട്ടും. 2005 8300 കേസുകൾ വന്നപ്പോ 2013 ആയപ്പോ അത് 54,000 കേസുകളായി വർദ്ധിച്ചു. 700% കുടുംബ ഛിദ്രങ്ങളുടെ, വിവാഹമോചനങ്ങളുടെ, കുടുംബങ്ങൾ തകർന്നതിന്റെ വളർച്ച ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏകദേശം 89%, 90 നമുക്ക് സാമാന്യവൽക്കരിക്കാം, 90% ഈ ഹിന്ദു ജനവിഭാഗങ്ങളിലാണ്. എന്താണ് ഇതിന് കാരണം? ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാന ചോദ്യം. എന്തുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിന് ഈ തളർച്ച ഉണ്ടാകുന്നു? ഒന്നാമത്തെ കാരണം, അടിസ്ഥാന കാരണം ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ കുറവ്, ദൈവിക വിദ്യാഭ്യാസത്തിന്റെ കുറവ്, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ കുറവ്. എങ്ങനെ? ഈ പ്രായത്തിലുള്ള നമ്മുടെ ഒരു അനിയത്തിയോ ആ പ്രായത്തിലിരിക്കുന്ന നമ്മുടെ അനിയന്മാരോ 5 മുതൽ 8 വയസ്സ് തൊട്ട് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാരുടെ അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങളുടെ കുട്ടി ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് 1-2 മണിക്കൂർ വെച്ചെങ്കിലും അവരുടെ സൺഡേ സ്കൂളുകളിൽ, ഓത്തുപള്ളികളിൽ, മദ്രസകളിൽ, ബൈബിൾ ക്ലാസ്സുകളിൽ പോവുകയും 18 വയസ്സാകുമ്പോൾ നമ്മുടെ ഒരു ക്രിസ്ത്യൻ സഹോദരന്റെ കുട്ടിക്ക്, നമ്മുടെ ഒരു മുസ്ലിം സഹോദരന്റെ കുട്ടിക്ക് ഏറ്റവും കുറഞ്ഞത് 500 മുതൽ 800 മണിക്കൂർ വരെ ഒരു ആത്മീയ വിദ്യാഭ്യാസം കിട്ടുന്നു. നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൂടി വന്നാൽ കിട്ടുന്നത് ഒരു 50 മുതൽ 80 മണിക്കൂർ വരെ മാത്രമാണ്. ഇതുകൊണ്ട് അവർക്ക് ആഴത്തിൽ ദൈവീകത വർദ്ധിക്കുന്നില്ല, ആത്മീയത വർദ്ധിക്കുന്നില്ല. യേശുദേവനെ പരിചയപ്പെടാൻ പോലെ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തെ പരിചയപ്പെടാൻ പോലെ, പരിശുദ്ധ ബൈബിളോ വിശുദ്ധ ഖുർആനോ പഠിക്കുന്നത് പോലെ ഹൈന്ദവ സമൂഹത്തിന് ഈ പഠനത്തിന്റെ യോഗ അറിയാൻ, ഗീതയെക്കുറിച്ച് അറിയാൻ, ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് അറിയാൻ, ചട്ടമ്പി സ്വാമിയെ കുറിച്ച് അറിയാൻ, വിവേകാനന്ദനെ കുറിച്ച് അറിയാൻ വേദികൾ ഉണ്ടാകുന്നില്ല. ഈ രീതിയിൽ ഇവർക്കൊരു ആത്മീയ പഠനം ലഭിക്കുന്നില്ല. ഇത് കാരണം ഇവരുടെ SQ അഥവാ സ്പിരിച്വൽ കോഷ്യന്റ് വർദ്ധിക്കുന്നില്ല. ഇത് കാരണമാണ് ഇവരുടെ ഇടയിൽ ഈ വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അടുത്തത് നിങ്ങളോടുള്ളൊരു ചോദ്യമാണ്. എല്ലാ ദിവസവും നമുക്ക് പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോവാൻ നമ്മുടെ താല്പര്യമാണ്. പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാർ ഏത് ദിവസമാണ് പ്രത്യേകതയോടുകൂടി പള്ളിയിൽ ചെല്ലുന്നതും അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതും അവരുടെ ഇടയിൽ പള്ളിയിൽ അച്ഛനോട് ഉപദേശങ്ങൾ ചോദിക്കുന്നതും ഒക്കെ ഏത് ദിവസമാണ്? ഞായറാഴ്ച. നമുക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മുടെ മുസ്ലിം സഹോദരന്മാർ അങ്ങനെ അവരുടെ ജുമാ പ്രാർത്ഥനയ്ക്കും അവരുടെ ഇടയിലെ കാര്യങ്ങൾ സംസാരിക്കാനും ആത്മീയ പഠനത്തിനും വേണ്ടി ഏത് ദിവസമാണ് മാറ്റി വെക്കുന്നത്? വെള്ളിയാഴ്ച. നമ്മുടെ ഗവൺമെന്റ് പോലും 1/2 മണിക്കൂർ സ്കൂളിലൊക്കെ പലപ്പോഴും ഈ എക്സ്ട്രാ കൊടുക്കും, പോയിട്ട് തിരിച്ചു വരാം. അങ്ങനെ ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മൾ ആത്മീയ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുന്നത്? ഏത് ദിവസമാണ് നമ്മൾ സ്വന്തം കാര്യങ്ങൾ സംസാരിക്കാനും പരസ്പരം സഹായിക്കാനുമായി മാറ്റി വെക്കുന്നത്? അങ്ങനെ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. അമ്പലത്തിൽ സിനിമാറ്റിക് ഡാൻസ് ഉണ്ടെങ്കിൽ പോവും. തിരുവനന്തപുരത്തെ ഒരു അമ്പലത്തിൽ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞ കഷ്ടമാണ്. ഫാഷൻ ഷോയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ അമ്പലത്തിനുള്ളിൽ ഫാഷൻ ഷോ പറഞ്ഞു, സാർ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണ്ടേ? ഇങ്ങനെ ഒരു ആത്മീയ പഠനം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ആകാശത്ത് പൊട്ടിച്ചു കളയുന്നത്. ആന നല്ലതാണ്, എല്ലാ തരത്തിലുള്ള ഈ ആകാശഘോഷങ്ങളും നല്ലതാണ്, പക്ഷേ എത്ര കോടികളാണ് നമ്മൾ അതിനുവേണ്ടി ചെലവഴിക്കുന്നത്? കാര്യം അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ നമുക്ക് വേറൊന്നുമില്ല. പല അമ്പല കമ്മിറ്റികളിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 3 ആനയെ കൊണ്ടുവന്നു, അപ്പൊ ഈ വർഷം നമുക്കൊരു 5 ആനയെങ്കിലും വേണം. കഴിഞ്ഞ വർഷം 10 ലക്ഷം രൂപയ്ക്ക് പടക്കം പൊട്ടിച്ചു, ഈ വർഷം നമുക്കൊരു 12 ലക്ഷം രൂപയ്ക്ക് പടക്കം പൊട്ടിക്കണം. ഈ അടുത്തിടയ്ക്ക് 116 പേര് മരിച്ച ആ സംഭവം തന്നെ നിങ്ങൾ നോക്കിയാൽ 11 തൊട്ട് 4 മണി വരെ 5 മണിക്കൂർ എന്ത് പടക്കം പൊട്ടിക്കാനാണ്? കരി നല്ലതാണ്, കരിമരുന്ന് നല്ലതാണ്, കുറെയൊക്കെ ആനകൾ നല്ലതാണ്, ആർഭാടം നല്ലതാണ്, അലങ്കാരം നല്ലതാണ്. പക്ഷെ ഈ 5 മണിക്കൂർ രാത്രി ആൾക്കാർ ഉറങ്ങുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ പൊട്ടിച്ച് കളയണോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ കാശിൽ നിന്ന് കുറെയൊക്കെ ഈ ആർഭാടങ്ങൾക്കും ആനയ്ക്കും മാറ്റി വെച്ചിട്ട് ബാക്കി മനുഷ്യന് വേണ്ടി മാറ്റി വെക്കുന്ന ഒരു ചിന്താധാര നമ്മുടെ അന്നദാനം, വസ്ത്രദാനം, പുസ്തകദാനം, ആരോഗ്യ ധനസഹായം നമ്മുടെ സമൂഹത്തിൽ ഒരു 60-70 വയസ്സ് കഴിഞ്ഞ നമ്മുടെ മുതിർന്ന തലമുറയ്ക്ക് പലപ്പോഴും
ആ അർത്ഥത്തിൽ പുതിയ വസ്ത്രങ്ങൾ മേടിക്കാറില്ല, സാമ്പത്തികമായ വരുമാനമില്ല. നമ്മുടെ ആ മുതിർന്ന തലമുറയ്ക്ക് വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കുന്ന സാമൂഹിക ഗുണമുള്ള ഒരു മേഖലയും കൂടാക്കി മാറ്റാൻ നമ്മൾ ചിന്തിക്കണ്ടേ, ആലോചിക്കേണ്ട കാര്യമാണ്. എന്റെ സമയം തീരാൻ 1 മിനിറ്റും കൂടെ, പെട്ടെന്ന് 2 കാര്യങ്ങൾ കൺക്ലൂഷൻ. അടുത്തത് 4ാമത്തെ കാര്യം. ഇവിടെ ഇരിക്കുന്ന വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ട വ്യക്തികളുണ്ട്. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ അടിയന്തരമായി ചെയ്യേണ്ടത്, നിങ്ങൾ അല്ലാഹു എന്ന് വിളിച്ചാലും യാഹ്വേ എന്ന് വിളിച്ചാലും രാമൻ എന്ന് വിളിച്ചാലും സുബ്രഹ്മണ്യൻ എന്ന് വിളിച്ചാലും, ഈ കാലഘട്ടത്തിൽ ഏറ്റവും അടിയന്തരമായി എല്ലാ വിശ്വാസികളും നിർബന്ധപൂർവം ചെയ്തെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൈവീകമായ കർത്തവ്യമാണ് പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ, വിവാഹ പൂർവ്വ വിദ്യാഭ്യാസം. നമ്മുടെ ഇടയിൽ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാരാണ് അത് ഏറ്റവും നന്നായി ചെയ്യുന്നത്. ഒരു 3 ദിവസം ഒരു ഫാമിലി എഡ്യൂക്കേഷൻ, മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് എന്നൊക്കെ വിളിക്കുന്ന രീതിയിലുണ്ട്. നിർബന്ധമായി നമ്മൾ സംസ്ഥാന യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ ഫ്രീ ആയിട്ട് അത് കൊടുക്കുന്നുണ്ട്. ആൾക്കാർ വരുന്നില്ല എന്നേ ഉള്ളൂ. നിർബന്ധമായി വിശിഷ്യ ഹിന്ദു മുസ്ലിം സമുദായങ്ങളിൽപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് പറയുകയാണ്, ഈ 3 ദിവസം സൈക്കോളജിക്കൽ ഓറിയന്റേഷനാണ്. മാനസികമായ വിവാഹം എന്ന സ്ഥാപനത്തെക്കുറിച്ച്, വൈവാഹിക ബന്ധത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച്, ശരീരം മനസ്സ് ആത്മാവ് തുടങ്ങിയ കാര്യങ്ങളിലെ ഒരു അടിസ്ഥാനത്തെക്കുറിച്ച്, കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക് ഒരു വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന, ഈ നാടിനോട് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന പടച്ചവനോടും ദൈവത്തിനോടും കർത്താവിനോടും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ നിർബന്ധമായി പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ എടുത്തിട്ട് മാത്രമേ നമ്മുടെ ഒരു 18 മുതൽ 30 വയസ്സ് വരെയുള്ള കുട്ടികളെ കല്യാണത്തിലേക്ക് വിടാവൂ. അവസാന പോയിന്റ്, 5ാമത്തെ പോയിന്റ്, 1 മിനിറ്റ്. നമ്മുടെ അമ്പലങ്ങൾ എങ്ങനെയാകണം? ഭാരതത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് 2 ആത്മീയ സ്ഥാപനങ്ങളുണ്ട്. ഒന്നിനെ നമ്മൾ അമ്പലങ്ങളെന്ന് വിളിക്കും, മറ്റൊന്നിനെ നമ്മൾ ആശ്രമങ്ങളെന്ന് വിളിക്കും. നമ്മുടെ ഹൈന്ദവ സമൂഹത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ അമ്പലങ്ങളെന്നും ആശ്രമങ്ങളെന്നും പറയും. നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് അമ്പലാശ്രമങ്ങളാണ്. അമ്പലത്തിന്റെ ആചാരങ്ങളും ആശ്രമത്തിന്റെ അറിവും, അമ്പലത്തിന്റെ ഭക്തിയും ആശ്രമത്തിന്റെ ജ്ഞാനവും, അമ്പലത്തിലെ ആഘോഷങ്ങളും ഉത്സവങ്ങളും വെടിക്കെട്ടും ആനയും അതെല്ലാം വേണം. പക്ഷേ അതേപോലെ ആശ്രമത്തിന്റെ ജ്ഞാനവും ധ്യാനവും കർമ്മവും പഠനവും. ആ അർത്ഥത്തിൽ അമ്പലാശ്രമങ്ങളായി മാറാൻ നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമേ കേരളത്തെ ബാധിച്ചിരിക്കുന്ന ഈ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കാണാൻ പറ്റൂ. അതിന് നമ്മുടെ ക്രിസ്തീയ ഇസ്ലാമിക സഹോദരങ്ങളുടെ പല നല്ല മോഡലുകളെയും സ്വാംശീകരിച്ചുകൊണ്ട് ഞാൻ ആദരണീയനായ പിതാവിനോട് ചോദിക്കുകയായിരുന്നു. ഇവിടെ വിവാഹപൂർവ്വ വിദ്യാഭ്യാസം തിരുവനന്തപുരത്തൊക്കെ ബാക്കി സമുദായങ്ങൾക്കും അവിടെ ചെന്ന് 800 രൂപയാണ് അവിടെ ഫീസ്. പള്ളിയിൽ ചെന്ന് പഠിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ കാര്യം ബാക്കിയുള്ളവർക്ക് ആ സ്ട്രക്ചർ ഇല്ല. ഞങ്ങൾ കണ്ണൂര് കാസർഗോഡ് മുസ്ലിം ജമാഅത്തുകളോട് ചേർന്ന് മുസ്ലിം പെൺകുട്ടികൾക്കായിട്ടും ഈ വിവാഹപൂർവ്വ വിദ്യാഭ്യാസം ഉള്ളൊരു കോഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആദ്യ സെഷൻ ഖുറാൻ ലോയോ ശരീഅത്ത് ലോയോ വിശ്വാസപരമായ കാര്യങ്ങൾ, ബാക്കിയെല്ലാം സൈക്കോളജിയും കൗൺസിലിംഗും ഗൈനക്കോളജിയും ഒക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ മതസൗഹാർദ്ദത്തിൽ അടിസ്ഥിതമായി അവരവരുടെ സമുദായത്തെയും കേരള സമൂഹത്തെയും ഭാരത രാഷ്ട്രത്തെയും ലോകത്തെയും സേവിക്കാൻ, ലോകത്തെയും ഗുണം പകരാൻ, ലോകത്തിലെ എല്ലാ മതവിഭാഗങ്ങളെയും അംഗീകരിച്ച് ഭാരതമെന്ന രാഷ്ട്രം മുമ്പോട്ട് വെക്കുന്ന മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന ആശയത്തെ മുറുകി പിടിക്കാൻ വ്യത്യസ്ത നദികൾ സാഗരത്തിൽ എത്തിച്ചേരുന്നത് പോലെ വ്യത്യസ്ത പേരുകൾ വിളിച്ചുകൊണ്ട് വ്യത്യസ്ത വഴികളിലൂടെ നമ്മളെല്ലാം ആത്യന്തികമായി ഏകനായ ദൈവത്തിൽ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പരിപാവനമായ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ദൈവിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിങ്ങളോടൊത്ത് ആയിരിക്കാൻ അവസരം തന്ന ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അമ്പലത്തിൻ്റെ ഉടമസ്ഥത വഹിക്കുകയും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് അവറുകളെ, ഈ മഹനീയമായ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച ET രാജീവൻ അവറുകളെ, ഇതിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീ സജീവ് മറോളി, വിശിഷ്ട അതിഥികളായി ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ മുജാഹിദ് ബാലുശ്ശേരി, ശ്രീ കൊയ്യം ജനാർദ്ദനൻ, അധ്യക്ഷ വേദിയിലെ ആദരണീയരെ, എന്നെ കേൾക്കുന്ന ഭക്തജനങ്ങളെ, സാംസ്കാരിക നായകന്മാരെ, സുഹൃത്തുക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ,
നല്ല ഒരു സായാഹ്നം ഏവർക്കും ഞാൻ ആശംസിക്കുന്നു. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സജീവൻ മറോളി എന്ന് പറയുന്ന ആൾ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. പരമസത്യമാണ് പറഞ്ഞതെന്ന് ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹൈന്ദവ മതം അത് ഒത്തിരി സഹിഷ്ണുതയുള്ളതാണ്. ഞാൻ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഓർക്കുന്ന ഒരു കാര്യം, എൻ്റെ വീട്ടുപേര് മഞ്ചപ്പിള്ളിൽ എന്നാണ്. ഫാദർ ജോസഫ് മഞ്ചപ്പിള്ളിൽ എന്നാണ്. ഞാൻ തളിപ്പറമ്പ് സെന്റ് മേരീസ് ഫൊറൈൻ ചർച്ച് വികാരി ആയി ഒരു 1.5 വർഷമായി അവിടെ ഉണ്ട്. എൻ്റെ വീട്ടുപേര് മഞ്ചപ്പിള്ളിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ അടുത്ത നാളിൽ എൻ്റെ കുടുംബ ചരിത്രം പരിശോധിച്ചപ്പോൾ അത് കുന്നത്ത് കുടുംബത്തിൽ നിന്നും അതിനും വർഷങ്ങൾക്ക് പിറകിലേക്ക് പോയപ്പോൾ അത് പിട്ടാപ്പിള്ളിൽ കുടുംബത്തിൽ നിന്നും, പിട്ടാപ്പള്ളി കുടുംബം എന്ന് പറയുന്നത് പാറയിൽ കുടുംബത്തിൽ നിന്നും, ആ പാറയിൽ കുടുംബം ചെന്ന് എത്തുന്നത് പകലോമറ്റം എന്ന ഒരു നമ്പൂതിരി കുടുംബത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തെ ശ്രീ മറോളി സാർ പറഞ്ഞു അതൊരു ജീവിത ശൈലിയാണ്. ഒരു മതത്തെക്കാൾ ഉപരിയായ ഒരു ജീവിത ശൈലി തന്നെയാണ്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ, ഞങ്ങൾ കത്തോലിക്കരായിട്ടുള്ള ആൾക്കാര് എല്ലാ ഞായറാഴ്ചയും വേദപാഠം പഠിപ്പിക്കും. എന്റെ മുസ്ലിം സഹോദരൻ ഇവിടെ പറയാൻ പോവുകയായിരിക്കും, അവരും അവരുടെ യുവജനങ്ങളെയും കുട്ടികളെയും അവരുടെ ഇസ്ലാം മതത്തെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവിക കാര്യങ്ങളെ കുറിച്ചും ഒക്കെ നന്നായി പഠിപ്പിക്കും. പക്ഷെ വലിയ വിദ്യാഭ്യാസം കൊടുക്കാത്ത ഹൈന്ദവ സമൂഹത്തില് അവരുടെ ജീവിതത്തിന്റെ ധാർമ്മികതയുടെ തോതും മനസ്സിലാക്കിയാൽ എനിക്ക് തോന്നുന്നത് വളരെയേറെ ധാർമ്മിക ചൈതന്യമുള്ള ഹൈന്ദവരുണ്ട്. ആ മതം വളരെ വലുതായ സാംസ്കാരികമായ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് പഠിക്കുന്നത്? വീട്ടിൽ എല്ലാ അമ്മമാരും രാമായണം വായിക്കും. വേദങ്ങൾ ഉരുവിടുന്ന നമ്പൂതിരിമാര്, ഉപനിഷത്ത് വായിക്കുന്ന നമ്പൂതിരിമാര് നമ്മുടെ ഈ അമ്പലങ്ങളിൽ ഇപ്പൊ 7 ദിവസത്തെ ഈ സാംസ്കാരിക സമ്മേളനവും ഉത്സവവും നടക്കുമ്പോൾ ഒരു ചൈതന്യം ഒന്നായിരിക്കുന്നത് 10 വർദ്ധിക്കുകയാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നിങ്ങൾ ഈ ചെയ്യുന്ന ഈ വലിയ പ്രവൃത്തിയിലൂടെ ഇതൊരു കാറ്റക്കിസമാണ്, അതായത് മതപഠനമാണ്, ഇതൊരു ധ്യാനമാണ്, ഇത് സാംസ്കാരികമായ വളർച്ചയാണ്. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളൂ. ഒരു വലിയ പഠനമൊന്നുമില്ലാതെ തന്നെ ഈ സമൂഹത്തിൽ ധാർമ്മികത കെട്ടിപ്പടുക്കാൻ പറ്റുന്നുണ്ട്, ധാർമ്മികമായ ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അത് അതിന്റെ പിറകിൽ ചേർന്ന് നിൽക്കുന്നതാണ്. ഞാനൊരു കൊച്ചു കഥ പറയാം. കുട്ടികള് തമാശ പറയാൻ തുടങ്ങുന്നുണ്ട്. ഒരു കൊച്ചു കഥ പറയാം. കുറച്ച് യുവജനങ്ങള് ഒന്നിച്ചുകൂടി അവരുടെ ഒരു കമ്പനി അടിക്കാനായിട്ട് പോകണം. നന്നായിട്ട് വെള്ളം അടിച്ചിട്ടുണ്ട് ഇവര്. അപ്പൊ ഒരു പെൺകൊച്ചിനെ, യുവതിയായ ഒരു പെൺകൊച്ചിനെ വീട്ടിലേക്ക് വിളിക്കാൻ വന്നപ്പോൾ ആ അമ്മ നോക്കിയപ്പോൾ കാറിന്റെ അകത്ത് നിറച്ച് ആളാണ്. മകളെ പറഞ്ഞു വിടണം ഈ കമ്പനിയിലേക്ക്, അവര് ഒന്നിച്ച് പോവാ. അപ്പൊ അമ്മയോട് പറഞ്ഞു, മോളെ ഇവിടെ പറഞ്ഞു വിടാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിടാൻ പറഞ്ഞപ്പോ അമ്മ എങ്ങനെയാണ് ഈ യുവജനങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് പെൺപിള്ളേരുണ്ട്, കുറച്ച് ആൺപിള്ളേരുമുണ്ട്, ഇവരുടെ കൂട്ടത്തിൽ പറഞ്ഞു വിടാൻ പോകുന്നത് വളരെ വിഷമത്തോടു കൂടി വേറെ ഒന്നും പറഞ്ഞില്ല. മോളെ ഈശ്വരനോട് കൂടി യാത്ര ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ വണ്ടിയിലിരുന്ന ഈ പെങ്കൊച്ചു പറഞ്ഞു, ഈശ്വരൻ യാത്ര ചെയ്യണമെങ്കിൽ ഇപ്പൊ ഈ വണ്ടിക്കകത്തൊന്നും സ്ഥലമില്ല, ഡിക്കിയെ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ തരത്തില്ല. വണ്ടിയിൽ നിറച്ച ആളാണ്. ഈശ്വരൻ യാത്ര ചെയ്യണമെങ്കിൽ ഇനി ഡിക്കിക്കകത്തേ സ്ഥലമുള്ളൂ പുറകിൽ. അപ്പൊ അതുകൊണ്ട് അത് അമ്മ ഇത് കേട്ടു, നൊമ്പരത്തോട് കൂടി കേട്ടു. വണ്ടി പോയി. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, ഇത് പത്രത്തിൽ വായിച്ചൊരു വാർത്തയാണ്, 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ന്യൂസ് പെട്ടെന്ന് വിളിച്ചിട്ട് കാർ ആക്സിഡന്റ് ആയി, വണ്ടിയിൽ ഉണ്ടായിരുന്നവരെല്ലാം മരിച്ചു. പക്ഷേ അടിയിലൊരു കുറിപ്പ്, ഡിക്കിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അതിനുണ്ടായിരുന്ന 100ഓളം കോഴിമുട്ടകൾ ഒന്നും പറ്റാതെ അവിടെ ഇരുന്നു. ആരാ ഡിക്കിയിൽ യാത്ര ചെയ്തത്? ആരാ ഡിക്കിയിൽ യാത്ര ചെയ്തത്? ദൈവം, ഈശ്വരൻ.
അമ്മ പറഞ്ഞു, മോളെ നീ യാത്ര ചെയ്യുമ്പോൾ ഈശ്വരനോടുകൂടി യാത്ര ചെയ്യണം. അപ്പോ ഈശ്വരൻ യാത്ര ചെയ്ത് കോഴിമുട്ടയുടെ കൂടെയാണ്. എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്, ദേവാലയത്തോടും അമ്പലങ്ങളോടും ക്ഷേത്രങ്ങളോടും പള്ളികളോടും ചേർന്ന്, ഞാൻ ഇസ്ലാം പള്ളികളോട് ചേർന്ന് നിൽക്കുന്നവര് അവര് ദൈവിക മനുഷ്യരാണ്. അവർക്ക് ഒരാളെ വെറുക്കാൻ പറ്റുകയില്ല, മതത്തിനു വേണ്ടി ഒരാളെ നശിപ്പിക്കാൻ പറ്റുകയില്ല. സ്നേഹമാണ് മതം. മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല. മതം മനുഷ്യനെ ദൈവികതയിലേക്ക് ഉയർത്തിവിടുന്ന ഒരു വലിയ സ്നേഹമാണ് ആണത്. ആചാരക്കെട്ടല്ല മതം, ധൂമഹോമാദികളല്ല മതം. മതം പിന്നെ എന്താ? മതം സ്നേഹമാണ്, മതം മനുഷ്യത്വമാണ്, മതം മാനവികതയാണ്, മതം നീതിയാണ്, മതം സത്യമാണ്, മതം സാഹോദര്യമാണ്. അതെല്ലാം ചേർന്നതല്ലേ സ്നേഹം എന്ന് പറയുന്നത്. മതം സ്നേഹമാണ്. മതം എന്ന് പറയുന്നത് ഇതൊരു ബന്ധത്തിന്റെ കഥയാ. മതം എന്ന് പറയുന്നത് റിലീജിയൻ എന്ന് പറയും. ബന്ധം, ഈശ്വരനോടുള്ള ബന്ധം, മനുഷ്യനോടുള്ള ബന്ധം, നമ്മോട് തന്നെ ഉള്ള ബന്ധം, പ്രകൃതിയോടുള്ള ബന്ധം, ഇതെല്ലാം ചേരുന്നതല്ലേ ഈ ബന്ധമല്ലേ മതം. നമുക്ക് ഒന്ന് വിട്ടിട്ട് വേറെ ഒന്നാകാൻ പറ്റുമോ? അപ്പോൾ ശരിക്കും മതം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇതിനോടെല്ലാം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഈ അടുത്ത കാലത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു പഠനം നടത്തിയപ്പോൾ ഇന്നുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്താണ് എന്നുള്ളത് ഒരു അന്വേഷിച്ചപ്പോൾ ഉത്തരം ഇതായിരുന്നു: നന്മ ചെയ്യുന്നവർ ഒന്നിച്ചു വരുന്നില്ല, തിന്മ ചെയ്തവർ അടുക്കൽ ഒന്നിച്ചു വരുന്നു. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഏതെങ്കിലും കൂടെ പ്രവർത്തികൾ ചെയ്യുന്നതിന് അതോ ലോകത്തിലുള്ളവർ അടുക്കൽ കൂടും, പക്ഷെ നന്മ ചെയ്യുന്നവർ ഒന്നിച്ചു വരുന്നില്ല. തീർച്ചയായിട്ടും നന്മ ചെയ്യുന്നവർ ഒരുമിച്ച് വരുന്ന ഒരു ഇടമാണ് നമ്മുടെ ആലയങ്ങൾ, ക്ഷേത്രങ്ങൾ ഒക്കെ. ഞാൻ ഒരു പോയിന്റ് കൂടി മാത്രം പറഞ്ഞിട്ട് നിർത്താൻ പോവുകയാണ്. അതായത് ഞാൻ ഒരു ആശംസ പറയാനും ഒരു സഹകരണം വരുത്താനും വേണ്ടിയാണ് മാത്രം വന്നത്. ഈശ്വരനോട് ഒരാൾ അടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ, അതായത് ഈശ്വരനിലേക്ക് തിരിച്ചു വരാൻ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ, അതില്ലാതാക്കാനുള്ള ഏറ്റവും എളുപ്പമായ വഴി അയാൾ നഷ്ടപ്പെടുത്തതിനെ കുറിച്ചുള്ള നിരാശ ജനിപ്പിക്കലാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒരാള് ഈശ്വരനിലേക്ക് തിരിച്ചു വരാനുള്ള ഒരാളുടെ സന്നദ്ധതയെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അയാൾ നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ചുള്ള നിരാശ ജനിപ്പിക്കലാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ആത്മീയ തലത്തിലുള്ള ഒരു കുടുംബത്തിന്റെ ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താ? ഈശ്വരനിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ നന്മയിലേക്ക് തിരിച്ചു വരിക. അക്രമത്തിന്റെ വഴികളിൽ നിന്നും, പാപ വഴികളിൽ നിന്നും, തിന്മയുടെ വഴികളിൽ നിന്നും ഒരാൾ തിരിച്ചു വരാനുള്ള ഒരു സന്നദ്ധത ഉണ്ടായി. ഒരു നിമിഷം ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്ന് ഒരാൾക്ക് തോന്നുമ്പോൾ അത് ഇല്ലാതാക്കാനുള്ള അടുത്തു നിൽക്കുന്നവരുടെ ഏറ്റവും എളുപ്പമുള്ള വഴി, എടാ നീ എന്തുമാത്രം പൈസ നഷ്ടപ്പെടുത്തി, നീ എന്തുമാത്രം അവസരങ്ങൾ വന്നു, എന്നെ തല്ലി, എന്റെ കുഞ്ഞുങ്ങളെ തല്ലി എന്ന് പറഞ്ഞിട്ട് ഈ ആളെ നിരാശ ജനിപ്പിച്ച് ആക്കി തീർക്കാൻ പറ്റും. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന വലിയൊരു പ്രശ്നമാണത്. അതായത് ഒരാൾ നന്നാകണം എന്ന് വിചാരിച്ചാൽ നന്നാക്കാൻ വിടുകയല്ല, അവനെ കുറ്റം പറഞ്ഞ് താറടിച്ച് അവൻ നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ഇങ്ങനെ നിരാശ ജനിപ്പിച്ച് അവന് മാനസിക രോഗിയാക്കും. നമുക്ക് അറിയാം, ഒരു മനുഷ്യന് മാനസാന്തരപ്പെടാൻ ഒരു നിമിഷം മതി നല്ലവനാകാൻ. അവനെ പ്രോത്സാഹിപ്പിക്കണം. ഈ നിമിഷം, ഈ സാഹചര്യം. നമുക്ക് മതങ്ങൾ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഉറവിടമായി നമ്മൾ കാണുന്നു. നമുക്കറിയാം എവിടെയാണ് പള്ളി പണിയേണ്ടത്, എവിടെയാണ് ആലയങ്ങൾ പണിയേണ്ടത്. ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. ഒരു ജ്യേഷ്ഠനും അനിയനും സ്വത്ത് പങ്കുവെക്കുകയാണ്. സ്വത്ത് പങ്കുവെച്ചപ്പോൾ രണ്ടുപേർക്കും തുല്യമായി ഭാഗിച്ചു. ജ്യേഷ്ഠ സഹോദരൻ കല്യാണം കഴിച്ചു, ഇളയവൻ കല്യാണം കഴിച്ചിട്ടില്ല. ഈ ജ്യേഷ്ഠ സഹോദരൻ വിചാരിച്ചു സ്വത്തൊക്കെ ശരിക്കും പങ്കുവെക്കപ്പെട്ടു, അതുകൊണ്ട് അവൻ ഇനിയും കല്യാണം കഴിച്ചിട്ടില്ല, അവന് വലിയധികം സപ്പോർട്ട് ചെയ്യാൻ ആരില്ല, എനിക്കാണെങ്കിൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട്, അതുകൊണ്ട് ഒരു ചാക്ക് നെല്ല് അവന് കൊണ്ടു കൊടുക്കാൻ രാത്രിയിൽ. അപ്പൊ ഈ ഇളയ അനിയൻ വിചാരിച്ചു, ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ല, എന്റെ ജ്യേഷ്ഠൻ കുടുംബജീവിതം നയിക്കുന്ന ആള്, അവർക്കാണ് കൂടുതൽ സ്വത്താണ് ആവശ്യം. ഒരു ചാക്ക് നെല്ല് അവൻ ചുമന്ന് ആരും കാണാതെ ഈ ചേട്ടന്റെ പത്താഴപ്പരയിലിട്ടു, ചേട്ടൻ അനിയന്റെ ഇട്ടു. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ, ചുരുക്കി പറഞ്ഞതാ,
ഇവർ തമ്മിൽ വഴിക്ക് വെച്ച് രാത്രിയിൽ കണ്ടുമുട്ടുകയാണ്. എന്താ ചേട്ടാ ഇത് തലയില്, എന്താ അനിയ ഇത് തലയില്? രണ്ടുപേർക്കും കാര്യം മനസ്സിലായി. അവിടെ അവർ ചാക്കിട്ട് താഴെ ഇട്ടിട്ട് കെട്ടിപ്പിടിച്ചു. പള്ളി പണിയേണ്ടത് അങ്ങനെ സ്ഥലത്താണ്, ക്ഷേത്രം പണിയേണ്ടത് അവിടെയാണ്. സ്നേഹത്തിന്റെ നടുക്ക് ആലയം ഉയരുമ്പോൾ അത് സാഹോദര്യത്തിന്റെ ക്ഷേത്രമായി, സ്നേഹത്തിന്റെ ക്ഷേത്രമായി അത് മാറും. എനിക്ക് ഈ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ അമ്പലത്തിന്റെ ഈ വേദിയിൽ വെച്ച് ഇങ്ങനെയൊന്ന് ഒരു വരാനും ഈ മഹത് വ്യക്തികളോടുകൂടി ആയിരിക്കാനും പറ്റിയ ഈ അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ എന്നെ കേട്ടവർക്ക് ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതാണ്. അതായത് നന്മ ചെയ്തവർ ഒന്നിച്ചു വരണം. ഈശ്വരനോടുകൂടി നമ്മൾ യാത്ര ചെയ്യണം. നമ്മുടെ ഡിക്കിയിൽ വെച്ചിട്ടല്ല, നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരനോടുകൂടി യാത്ര ചെയ്യണം. ഒരു അപകടവും വരികയില്ല. അതുപോലെ തന്നെ മറ്റു മനുഷ്യര് നന്മയിലേക്ക് പോകാൻ ഉള്ള പ്രേരണ കൊടുക്കണം. അവരെ ഇടിച്ചു താഴ്ത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൽ നമ്മുടെ ഭവനങ്ങൾ പണിയാനായിട്ട് ഇടവരട്ടെ. അതിനുള്ള ഒരു ഊർജം ലഭിക്കുന്ന ഇടമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ കൊച്ചുവാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമ്മുടെ വിശിഷ്ട വ്യക്തികളിൽ മൂന്നാമത്തെയാൾ, കേരളത്തിൽ അറിയപ്പെടുന്ന ഇസ്ലാം മത പണ്ഡിതനും അറിവ് കൊണ്ടും പ്രഭാഷണം കൊണ്ടും നമ്മളെയെല്ലാം അറിവിന്റെ ഔന്നിത്യത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന, വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന, വളരെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ആദരണീയനായ മുജാഹിദ് ബാലുശ്ശേരി അവർകളെ ഈ ക്ഷേത്ര സപ്താഹ കമ്മിറ്റിക്ക് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി അഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ ഈ മഹത്തായ മാനവിക സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യരെ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യരെ, പ്രിയങ്കരനായ ഫാദറും എൻ്റെ പ്രിയ സുഹൃത്ത് രാഹുൽ ഈശ്വരി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സ്നേഹസമ്പന്നരായ സഹോദരിമാരെ, സഹോദരന്മാരെ, വ്യത്യസ്ത വീക്ഷണത്തിലും ആദർശത്തിലും ആശയത്തിലും ഒക്കെ ജീവിതത്തെ മുന്നോട്ട് തള്ളി നീക്കുന്നവരെ, ഈ സമ്മേളനത്തിലേക്ക് ഞാൻ ഏറെക്കുറെ 3000-ലധികം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഈ സമ്മേളനത്തിലേക്ക് വന്നു ചേർന്നത്. ഇന്നലെ രാത്രി ഖത്തറിലെ എയർപോർട്ടിൽ ഈ സമ്മേളനത്തിലേക്ക് വരാൻ വേണ്ടി നിന്നപ്പോൾ കേരളത്തിലെ 3 ദിക്കുകളിലെ പ്രവാസികളുടെ കുടുംബത്തിൽ മരണമുണ്ടായതുകൊണ്ട് ഖത്തർ എയർവേസ് അവർക്ക് പ്രത്യേകമായ റിക്വസ്റ്റ് കാരണത്താൽ സീറ്റ് അനുവദിക്കുകയും എനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നവർ എന്നെ വിവരമറിയിക്കുകയും ചെയ്തു. ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രസംഗിക്കുക എന്നത് ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വവും വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നതുമായതുകൊണ്ട് ഞാൻ അവിടുത്തെ അധികൃതരോട് നമ്മുടെ നാടും നമ്മുടെ നാടിന്റെ പൈതൃകവും ഇന്ന് പങ്കെടുക്കാനുള്ള സമ്മേളനത്തിന്റെ അവസ്ഥാവിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അപ്പൊ അവിടെ നിന്നിരുന്നൊരു മലയാളി പറഞ്ഞു, സർ ഞാൻ പോയിട്ടില്ലെങ്കിലും നിങ്ങൾ പോകണം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സമ്മേളനത്തിൽ നിങ്ങൾ എന്തായാലും പോകണം എന്ന് പറഞ്ഞ് എന്നെ അവര് അനുവദിച്ചു. അങ്ങനെയാണ് എയർപോർട്ടിൽ ഇറങ്ങി നേരെ സമ്മേളനത്തിലേക്ക് ഞാൻ വന്നു ചേർന്നു. രാഹുൽ ഈശ്വറും ഞാനും ഒക്കെ പല വേദികളിലും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം നിറസാന്നിധ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയുന്നത്, എന്റെ പേര് മുജാഹിദ് എന്നാണ്. അതൊരു അറബി പദമാണ്. അതിന്റെ അർത്ഥം അധർമ്മത്തിനെതിരെ പോരാടുന്നവൻ എന്നാണ്. എന്റെ പിതാവ് എനിക്ക്
എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ച അന്ന് തന്നെ ഒരു ആൺകുട്ടിയാണ് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് മുജാഹിദ് എന്ന് പേര് വെച്ചു. 42 വയസ്സ് പിന്നിട്ടു. ജീവിതത്തിൽ മത സമൂഹത്തോട് കളവ് പറയാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. സത്യം മാത്രം പറയുകയും സുഖിപ്പിച്ച് ഒരിക്കലും ഞാൻ സംസാരിച്ചിട്ടില്ല. അതെനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട്. ഞാനതിന് നിങ്ങളെ എങ്ങനെ പറഞ്ഞത് ധരിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആത്യന്തികമായ ശരികളെ കുറിച്ചാണ് എന്നും ചിന്തിച്ചു പോന്നിട്ടുള്ളത്. അത് ഏത് മനുഷ്യനാണെങ്കിലും അവന്റെ തെറ്റ് തെറ്റാണ്, ശരി ശരിയാണ്. അവിടെ ആര് ചെയ്യുന്നു എന്നതല്ല, ചെയ്യുന്ന പ്രവൃത്തി ശരിയോ തെറ്റോ. അതൊരു ഹൈന്ദവ സമൂഹത്തിലെ മെമ്പറാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ ഞാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്. അതെന്റെ ബാപ്പയാണ് ചെയ്യുന്നതെങ്കിൽ ഉപ്പാ അത് തെറ്റാണ് എന്ന് പറയാൻ ഞാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്. ആ ധൈര്യം ഞാൻ ഇവിടെയും കാണിക്കും. കാരണം മഹാഭാരത യുദ്ധ പശ്ചാത്തലത്തിൽ ദുര്യോധനൻ അമ്മ ഗാന്ധാരിയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ നമ്മൾ ജയിക്കുമോ? നിഷ്പക്ഷമായി സത്യസന്ധമായി. അതാണ് ഭാരതത്തിന്റെ മാതാവ്. ശരി, അവര് പറഞ്ഞ മറുപടി, മോനെ ആര് ജയിക്കുന്നല്ല മോനെ, നീ ജയിക്കും എന്നൊരു ഭംഗിവാക്ക് അമ്മ പറയുന്നതിൽ അർത്ഥമില്ല. മോനെ യഥോ ധർമ്മസ്ഥതോ ജയ, മോനെ എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. മോനെ മോനെ എവിടെയാണോ സത്യം അവിടെയാണോ വിജയം. നമ്മുടെ ഹൈക്കോടതിയുടെ ആർച്ചിൽ ഒരു വാചകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സത്യമേവ ജയതേ. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, എന്റെ അനുജത്തിമാരെ, കള്ളം പറഞ്ഞ് ശീലിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും. എന്ത് തിക്താനുഭവം ഉണ്ടെങ്കിലും നിങ്ങളോട് ഞാൻ പറയുന്ന ചില സത്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് നമ്മൾ പറയും, ഒന്നാകണം എന്നും നമ്മൾ പറയും, ഐക്യമുണ്ടാകണം എന്നും നമ്മൾ പറയും. അപ്പൊ ഞാൻ ഒരുപാട് കാലം ആലോചിച്ച കാര്യമാണ്, ഇത് എങ്ങനെ ഉണ്ടാവും? പ്രസംഗിച്ചാൽ ഉണ്ടാവോ? പ്രസംഗിച്ചുണ്ടാക്കാൻ കഴിയും മനുഷ്യർക്കിടയിൽ. എന്റെ വലിയ തെളിവാണ് നമ്മുടെ രാജ്യത്തിലെ പല പ്രഭാഷകന്മാർ, എല്ലാ മതത്തിൽപ്പെട്ടവരും. അല്ലാമ ഇഖ്ബാൽ, സ്വാമി വിവേകാനന്ദൻ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഒരാൾ കവിയാണ്, ഒരാൾ തത്വജ്ഞാനിയാണ്. അവരെല്ലാം പറഞ്ഞിട്ടുള്ളത് ഭാരതാംബയുടെ ജ്വലിക്കുന്ന 2 കണ്ണുകളാണ് ഹിന്ദുവും മുസ്ലിമും എന്നാണ്. ഭാരതാംബയുടെ ജ്വലിക്കുന്ന 2 കണ്ണുകൾ, 2 കണ്ണാണ്. അതിനൊരു കണ്ണിന് കേടുവരാൻ പാടില്ല, ഒരു കണ്ണ് നശിച്ചു പോകാൻ പാടില്ല, ഒരു കണ്ണിന്റെ നാശം കൊതിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന വാചകങ്ങൾ ഈശ്വരീയമാണ്. ഒരു കാരണവശാലും എന്റെ വ്യക്തിപരമായ ഒന്നും ഞാൻ അതിൽ പറയില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇവിടെ ബഹുമാനരായ രാഹുൽ ഈശ്വറിന്റെ ഈ പോയിന്റുകൾ ഞാൻ പലപ്പോഴും കേട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചില പോയിന്റുകൾ. എന്തുകൊണ്ട് എന്ന ചോദ്യം. ആത്മഹത്യ വർദ്ധിക്കുന്നു എന്തുകൊണ്ട്? മദ്യപാനം വർദ്ധിക്കുന്നു എന്തുകൊണ്ട്? അതുപോലെ പരസ്പരം ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് പിതാ രക്ഷിതി കൗമാരേ ഭർത്തൃ രക്ഷിതി യൗവനെ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സ്തവരേ പുത്ര നസ്ത്രീ സ്വാതന്ത്ര്യം അർഹിതി. മനുസ്മൃതിയിലുള്ളതാണ്. ഭർത്താവിന്റെ സംരക്ഷണത്തിൽ കഴിയേണ്ടവളാണ് പെണ്ണ്, എല്ലാവരാലും പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടവളാണ് പെണ്ണ്. അവളെ അബലയായി ചബലയായി തള്ളപ്പെടേണ്ടവളല്ല. അമ്മമാരുടെ ദീനരോധനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊന്നാകണം, നമ്മൾക്ക് നന്നാവണം. അതിനുള്ള പരിഹാരത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രശ്നങ്ങൾ പറഞ്ഞു എല്ലാവരും. ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു, എല്ലാവരും പറയുന്നു പ്രശ്നങ്ങളുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാനും നിങ്ങളോട് ചേർന്ന് കുറെ പ്രശ്നങ്ങൾ പറയും. എന്തർത്ഥമാണ് അതിന്? ഒരു പ്രശ്നമുണ്ടായാൽ അതിന് പരിഹാരം ഉണ്ടാകണം. ആ പരിഹാരം നിർദ്ദേശിക്കാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിലെ ഏത് വിഷയത്തിനും പരിഹാരമുണ്ട്. അപരിഹാര്യമായ ഒന്നുമില്ല ലോകത്ത്. ഞാൻ ആത്മാർത്ഥമായും സത്യസന്ധമായും നിങ്ങളോട് പറയുന്നു. ഇവിടെ കൂടിയ പുരുഷാരം സാഗൂതം ഇത് കേൾക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞ എന്നോട് വാക്കുകൾ. ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞ വാചകം ചിത്രകൂടത്തിൽ വന്നപ്പോ പറഞ്ഞാണ്, മോനെ ഞാൻ പറയുന്നത് നീ കേൾക്ക്. നീ ഇങ്ങനെ വികാരം കൊള്ളല്ലേ, അച്ഛനെ കൊല്ലും എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചു കേൾക്കണം. സംസാരനാശിനി ആയത് വിദ്യയും സംസാരകാരിണി ആയത് വിദ്യയും സംസാരനാശിനി ആയത് വിദ്യയും. അച്ഛനെ കൊല്ലുമെന്നൊക്കെ നീ പറഞ്ഞത് നിന്റെ അറിവില്ലായ്മ. ഞാൻ ഒരു കാര്യം എല്ലാവരോടും പറയും. ലോകം ഇവിടെ ഒരുപാട് രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ രാജ്യങ്ങളിലൊക്കെ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. 715 കോടി മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ഈ മനുഷ്യരുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് നമ്മൾ ചെന്നാൽ, സത്യസന്ധമായി നമ്മൾ വിലയിരുത്തിയാൽ, ഉറച്ച തീരുമാനങ്ങൾക്കാണ് സ്ഥാനം.
കളരി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഗുൻഫും കരാട്ടയും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല മഹാത്മാഗാന്ധി. രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തെ മഹാത്മാവ് എന്ന് വിളിച്ചത് ഗുജറാത്തിന്റെ പോർബന്ദറിൽ ജനിച്ച മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന അദ്ദേഹം. I was not regarded as a bright boy at high school, but I always enjoyed the affection of my teacher. Certificate of progress and character used to be sent to the parents every year. I never had a bad certificate. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ. എനിക്ക് ചീത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു പൗരൻ എന്ന നിലയിൽ, നല്ലൊരു രാജ്യസ്നേഹി എന്ന നിലയിൽ, നല്ലൊരു ഭക്തൻ എന്ന നിലയിൽ, നല്ലൊരു വിപ്ലവകാരി എന്ന നിലയിൽ, വിചാരതലം വിജൃംഭിതമായ ഒരു രാജ്യത്തിന്റെ സ്നേഹവാഹൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രത്തിന്റെ പിതാവ് എന്ന നിലയിൽ മഹാത്മാഗാന്ധി ശ്രേഷ്ഠനായിരുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. നമ്മുടെ ജീവിതം സന്ദേശമല്ല. മനോഹരമായി നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തിലില്ല. മനോഹരമായി നമ്മൾ എഴുതുന്നുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തിലില്ല. മനോഹരമായി നമ്മൾ കവിത രചിക്കുന്നുണ്ട്, സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് നമ്മൾ പറയുന്നു. കുമാരനാശാന്റെ വരികളാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നതും മാനിഷാദ. ഭരദ്വജന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് യാത്ര ചെയ്ത വാൽമീകി പ്രൗഞ്ചമിഥുനങ്ങളിൽ സ്നേഹം പങ്കുവെക്കുന്നത് കണ്ട് അതിന് അമ്പെയ്ത് വീഴ്ത്താൻ ശ്രമിച്ച കാട്ടാളനോട് മാനിഷാദ, അരുത് കാട്ടാള, ഒരു പക്ഷിയുടെ ബ്ലഡ് പോലും ഈ ഭൂമിയിൽ വീഴരുത് എന്ന് പ്രാർത്ഥിച്ചാചരിച്ച് രാമായണത്തിന്റെ ഇതിവൃത്തങ്ങൾ രചിച്ച വാൽമീകിയെ ഓർക്കുന്ന ഭാരതത്തോട്, ഇന്ത്യയോട്, ഇന്ത്യയിലെ ജനങ്ങളോട്, 121 കോടി ഇന്ത്യ രാജ്യത്തിലെ പൗരന്മാരോട്, ജനാധിപത്യത്തിന്റെ പ്രക്രിയ അനുസരിച്ച് സമ്മതിദാനാവകാശമുള്ള ഈ രാജ്യത്തിന്റെ മണ്ണിൽ ജനിച്ച ഒരു പൗരൻ എന്ന നിലയിൽ ജാഹിദ് ബാലുശ്ശേരിയായിട്ടല്ല ഞാൻ ഇവിടെ എണീക്കുന്നത്. വളരെ പച്ചയായ ഒരു മനുഷ്യനായി അത്ര റിസ്ക് എടുത്തിട്ടാണ് ഈ സമ്മേളനത്തിൽ ഞാൻ വരുന്നത്. എനിക്കറിയാം, ഇന്നലെ രാത്രിയുടെ 2:30 മണിയുടെ എന്റെ മുഹൂർത്തങ്ങളെ എനിക്ക് നന്നായി അറിയാം. ചോദിച്ചിരുന്നു പടച്ചവനോട്, കെഞ്ചിയിരുന്നു ലോകത്തിന്റെ നാഥനോട്, ഉടയതമ്പുരാനോട്, ഈ മുഹൂർത്തം എനിക്ക് തരണമെന്ന്, പാഴാവാത്ത മുഹൂർത്തം എനിക്ക് തരണമെന്ന്. അത് നൽകിക്കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ മനുഷ്യരാണ്, ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്. എനിക്ക് പറയാനുള്ളതിനെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. നമ്മൾ ഒരച്ഛന്റെ അമ്മയുടെ മക്കളായി, ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ. ഉറച്ചാൽ ഒരൊറ്റ തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തൻമുന്തിരിക്കൊത്ത മനുഷ്യവർഗം. ഒരച്ഛന്റെ അമ്മയുടെ മക്കൾ, ഗർവാപ്പസി. ആധുനിക ഇന്ത്യയിൽ നമ്മൾ മുഴങ്ങിക്കേട്ട പോസിറ്റീവും നെഗറ്റീവുമായ ചർച്ചകൾ നടന്ന ഗർവാപ്പസി എന്ന പദം ഞാൻ അംഗീകരിക്കുന്നു ആ പദത്തോട്. പക്ഷെ കുറച്ചുകൂടെ വിശാലമായി, എന്താ അത്? ഗർവാപ്പസി തറവാട്ടിലേക്ക് മടങ്ങി. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെയുള്ള സഹോദരിമാരോട് ഞാൻ ഒന്നുകൂടെ പറയുന്നു നിങ്ങളോട്, ഒരു പക്ഷേ ഇവിടെ നടക്കുന്ന പാട്ടും സംഗീതവുമായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതിനായിരിക്കും നിങ്ങൾ അസ്വസ്ഥതയോട് കാത്തുക. അതാ നമ്മുടെ രാജ്യത്ത് ആത്മഹത്യ കൂടി. ആ പാട്ടിന് കാട്ടുന്നതാണ് നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ ആത്മഹത്യ കൂടാൻ കാരണം. ആധ്യാത്മിക പ്രഭാഷണങ്ങൾക്ക് ചെവി കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടായിരുന്നു. സത്യമല്ലേ? അല്ലേ? ഞാനല്ലല്ലോ പറഞ്ഞ, സത്യമല്ലേ? അല്ലാത്ത പലതും, സംഗീതത്തിന്റെ പിന്നാലെ, പാട്ടിന്റെ പിന്നാലെ, ഡാൻസിന്റെ പിന്നാലെ ഒക്കെ നമ്മൾ പോയി. നമ്മുടെ ന്യൂനതകൾ പരിഹരിക്കാൻ നമ്മൾ അന്വേഷണങ്ങൾ നടത്തിയില്ല. ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ഖുർആന്റെ വചനമുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിൽ വിശുദ്ധ ഖുർആന്റെ ഒരു വചനം, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം ഈശ്വരൻ, ദിദീപികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ലോകത്തിന്റെ നാഥൻ, അണ്ഡകടാഹത്തിന്റെ അതീശാധികാരി, അവരെ മാറ്റൂല എന്നാണ്. ആ വാചകം ഒന്ന് ആലോചിച്ച്. ഖുർആനിലെ 13-ാം അധ്യായം 11-ാമത്തെ വാചകം. എന്താ ഇതിന്റെ അർത്ഥം? സ്വയം മാറ്റത്തിന് നിങ്ങൾ തയ്യാറായാൽ ഈശ്വരൻ നിങ്ങളിൽ മാറ്റമുണ്ടാകും. നിങ്ങൾ തയ്യാറല്ലേ? അതുണ്ടാവില്ല. എന്ത് ന്യൂനത മാറണോ സ്വന്തത്തിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ സ്വന്തം ന്യൂനതകളെ തിരുത്താൻ നമ്മൾ സന്നദ്ധരാകണം. നമ്മുടെ ന്യൂനതകളെ ന്യൂനതയായി കാണാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ഒന്ന്, ഞാൻ നിങ്ങളോട് പറയുന്നത്, എനിക്ക് സമയം കുറവായിരിക്കും ഇവിടെ എന്ന് ഞാൻ മനസ്സിലാക്കുക. ആ സമയക്കുറവ് വെച്ചുകൊണ്ട് ഞാൻ മുഖ്യപ്രഭാഷകനായി സമാപന പ്രാസംഗം എനിക്ക് 2.5 മണിക്കൂറിലധികം ക്ഷേത്രങ്ങളിൽ എനിക്ക് അവസരം ഉണ്ടാകാറുണ്ട്. ഇവിടുത്തെ അവസ്ഥയും സാഹചര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ചുരുക്കി പറയുന്നത്, നമ്മളൊന്നുമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ലേ? അല്ലേ? ഈ പുരുഷാരൊന്നുമില്ലാത്തൊരു കാലഘട്ടം, മാനവ ചരിത്രം പഠിച്ചറിയാം, മനുഷ്യരില്ലാത്ത കാലം. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദിക്കണം, അന്ന് ആകാശമില്ലേ? 7 ആകാശമില്ലേ? ഭൂമിയില്ലേ? സൂര്യനില്ലേ? ചന്ദ്രനില്ലേ? നക്ഷത്രങ്ങളില്ലേ? ഗാലക്സികളും സൗരയുധങ്ങളും കാട്ടാറുകളും കാനനങ്ങളും ഇല്ലേ? കാനനങ്ങൾ ഗർജിക്കുന്ന സിംഹങ്ങളില്ലേ? ആ സിംഹത്തിന്റെ ഗർജനം കേട്ട് ഓടി ഒളിക്കുന്ന മാൻപേടുകളില്ലേ? അന്ന് ശ്രീരാമനില്ല, ശ്രീകൃഷ്ണനില്ല, മുഹമ്മദ് നബിയില്ല, യേശു ക്രിസ്തുവില്ല, ചർച്ചില്ല, അമ്പലമില്ല, ഒന്നില്ലേ? എങ്കിൽ ഞങ്ങളോടൊക്കെ ചോദിക്കണം, മനുഷ്യർ ഈ ഭൂമുഖത്ത് ഭൂജാതമാകുന്നതിന് മുമ്പ് ആകാശത്തെ നിർമ്മിച്ച ആ സർവശക്തൻ ആരാ? ആരാ? ആരാ?
ആ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവശക്തനാരാ? തമീശ്വരാണം പരമം മഹേശ്വരം താം ദേവതാനാം പരമം ജദൈവതം പതിം പദീന പരമം പരസ്ഥാത് വിധാമദേവം ഭുവനേശ്വമ്യധ്യം. ശ്വേതാശ്വേതരോപനിഷത്തിലെ 6-7 വചനങ്ങൾ. എന്തായതിനർത്ഥം? നിങ്ങളൊക്കെ ആരാധിക്കുന്നവരുടെ ഒക്കെ പരമാരാധ്യൻ, ഈ ലോകത്തിന്റെ സർവശക്തനായ ജഗദീശ്വരൻ, എല്ലാവരുടെയും നാഥൻ. വളരെ പ്രധാനമായ പോയിന്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും കൃമികീടങ്ങളെയും ആനയെയും പശുവിനെയും എല്ലാം സൃഷ്ടിച്ചത് ഒരൊറ്റ ഈശ്വരനാണ്, സർവശക്തനായ പടച്ചതമ്പുരാൻ. ഏകം സത് ബഹുതാ വിപ്രാ വദന്തി യോ ദേവാനാം നാമധ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ. സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും സർവചരാചരങ്ങളുടെയും ആശ്രയത്വം ആ സർവശക്തനായ പ്രപഞ്ചനാഥനോടാണ്. ആരാണ് സൂര്യനെ ഉദിപ്പിക്കുന്നത്? അവനാണ്. ആരാണ് ചന്ദ്രന്റെ നിലാവലകൾ നൽകുന്നത്? അവനാണ്. ആരാണ് ഭൂമിയെ നിലനിർത്തുന്നത്? അവനാണ്. ആരാണ് മനുഷ്യന് വായു നൽകിയത്? അവനാണ്. ആരാണ് മനുഷ്യന് വെള്ളം നൽകിയത്? അവനാണ്. അവൻ അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹ്. ബഹുമാനനായ ഫാദർ ഇവിടുന്ന് അദ്ദേഹത്തിന്റെ തിരക്ക് കാരണം പോയിട്ടുണ്ടാവും. അറബി ബൈബിളിൽ അള്ളാഹു എന്നാണ് ബൈബിളിൽ ദൈവത്തെ പറ്റി പറയുന്നത്. അറബി ബൈബിൾ കണ്ടിട്ടുണ്ടാവും പലരും. അറബി ബൈബിളിൽ പ്രപഞ്ചത്തിന്റെ നാഥനെ അള്ളാഹു, അൽ ഇലാഹ് എന്നാണ് അതിന്റെ അർത്ഥം. സാക്ഷാൽ ആരാധ്യൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ സാധാരണ നാരായണ അതിന്റെ അർത്ഥം അറിയുന്ന എത്ര ആളുണ്ടാവും നമ്മുടെ സമൂഹത്തിൽ, മനുഷ്യർക്കിടയിൽ എന്നത് എനിക്ക് സംശയമാണ്. നാരായണ എന്ന പദത്തിന്റെ അർത്ഥം നരകൃത ശുഭാശുഭഗ്രാഹിയായുള്ളവൻ ആരോ അവൻ. മനുഷ്യന്റെ ഹൃദയത്തിലെ ശുഭ അശുഭങ്ങളെ അറിയുന്ന സർവശക്തൻ എന്നാണ് അതിന്റെ അർത്ഥം. ആ അർത്ഥത്തിലാണോ ഇന്ന് കാണുന്നത്? ആണോ? ആ അർത്ഥത്തിലാണോ വിശ്വാസം? പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഞാൻ പറയും. ലോകത്തിന്റെ നാഥനെ പഠിക്കുക. ഹിന്ദുവിനൊരു ദൈവമില്ല, മുസ്ലിമിന് വേറൊരു ദൈവമില്ല, ക്രിസ്ത്യാനിക്ക് വേറൊരു ദൈവമില്ല, നിങ്ങൾക്കും എനിക്കൊക്കെ ഒറ്റ ദൈവം. ആ തിരിച്ചറിവ് എന്നുണ്ടാകുന്നു അന്ന് മനുഷ്യർ ഐക്യത്തിന്റെ സമ്മേളനത്തിലേക്ക് വരും. അവനും ഗർവാപസിയുടെ ആരംഭം തുടങ്ങും. ആദ്യത്തെ അച്ഛനും അമ്മയും ശിവപാർവതി സങ്കല്പമുണ്ട് ഭാരതത്തിൽ. ആദം ഹവ്വ ദമ്പതികൾ, സെമിറ്റിക് മതങ്ങളുടെ സങ്കല്പം അതാണ്. ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ് നമ്മളൊക്കെ. ആ ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ് നാമെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മനുഷ്യർ വിന്യസിച്ചതാണ് എങ്കിൽ ബാന്ധവാ മാനവാ സർവേ സ്വദേശാഭുവനത്രയും. ബാന്ധവാ മാനവാ സർവേ സ്വദേശാഭുവനത്രയും. ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം, ലോകാണ് തറവാട്. ഇപ്പൊ ഞാൻ സൗദി അറേബ്യയിലായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇന്നലെ ഞാൻ ഖത്തറിലായിരുന്നു. സുഹൃത്തുക്കളെ, സൗദി അറേബ്യയിൽ പ്രവാചകൻ നടത്തിയ മാഗ്ന കാർട്ട, ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം. അതിൽ അദ്ദേഹം പറഞ്ഞ വാചകം എന്താണെന്നറിയോ? സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട്, പരിശുദ്ധമായ അറഫയിൽ നിന്നുകൊണ്ട്, ഹജ്ജിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം നടക്കുന്ന മൈതാനത്ത് നിന്നുകൊണ്ട് പ്രവാചകൻ ലോകത്തോട് പറഞ്ഞൊരു വാചകമുണ്ട്. ലാ ഫദല ലി അറബിയ്യിൻ വലാ അജമി. കറുത്തവനെ വെളുത്തവനേക്കാളും, അറബിക്ക് അനറബിയേക്കാളും, അറബി അല്ലാത്ത രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ, നമ്മൾ ഇന്ത്യക്കാര്, വേറെ രാജ്യക്കാര്, ആ രാജ്യത്ത് ജീവിക്കുന്നവരും ഒരു വ്യത്യാസവുമില്ല. പാകിസ്ഥാൻകാരനായാലും ഇന്ത്യക്കാരനായാലും സൗദിക്കാരനായാലും മനുഷ്യരാണ്. പ്രവാചകൻ പറയാൻ 1450 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പറയുന്നത്. ഉറക്കത്തു നിന്ന് അദ്ദേഹം എഴുന്നേക്കും ദൈവത്തിന്റെ മുമ്പിൽ കൈകെട്ടി നമസ്കരിക്കാൻ. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നന്നാസ കുല്ലുഹും ഇഖ്വ. ഇന്നന്നാസ കുല്ലുഹും ഇഖ്വ. മനുഷ്യരൊക്കെ സഹോദരങ്ങളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ജാതീയതയില്ല. വിശുദ്ധ ഖുർആനിൽ ജാതീയതയില്ല, കക്ഷിത്വം ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. എന്തുകൊണ്ടില്ല? വിശുദ്ധ ഖുർആൻ മനുഷ്യരെ എന്നാ വിളിക്കുന്നത്. 21 സ്ഥലത്ത് ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 213-ാമത്തെ വചനം, ഖുർആനിലെ 4-ാം അധ്യായം 1-ാമത്തെ വചനം, ഖുർആനിലെ 7-ാം അധ്യായം 158-ാമത്തെ വചനം, ഖുർആനിലെ 22-ാം അധ്യായം 1, 2, 3, 5, 9, 11, 73 വചനങ്ങൾ. മനുഷ്യരെ, ആ വിളിയിൽ എന്ത് വർഗീയത ഉള്ളത്? പാശ്ചാത്യരെ, പൗരസ്ത്യരെ, കറുത്തവരെ, ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, ശൂദ്രരെ, വൈശ്യരെ എന്നൊരു വിളിയില്ല. മനുഷ്യരെ എന്ന വിളി, ആ വിളി നമ്മളോടാണ്, ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരോടുമാണ്. എന്നിട്ട് ഖുർആൻ ഒരു കാര്യം പറഞ്ഞു. ശ്രീനാരായണ ഗുരു അത് ഉൾക്കൊണ്ടു. ഖുർആനിന്റെ ആ സന്ദേശം ശ്രീനാരായണ ഗുരു ലോകത്തോട് പറഞ്ഞു. അതിനൊരു കാരണമുണ്ടായിരുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ലീഡർ, പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവിന്റെ സഹയാത്രികനായി, സുഹൃത്തായി. അവരുടെ ക്ലാസ്സുകൾ അവർ പരസ്പരം കേട്ടിരുന്നു. അതുകൊണ്ടാണ് ആലുവ മണൽത്തിട്ടയിലെ മഹാസമ്മേളനത്തിൽ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്ന സമ്മേളനത്തിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി മാനവ മൈത്രി സമ്മേളനത്തിന്റെ ഇസ്ലാമിക പ്രതിനിധിയായി.
മനുഷ്യരെ ഒന്നായി കാണാൻ. മനുഷ്യരൊക്കെ ഒന്നാണെന്ന് വെറും വാക്ക് പറയാനല്ല. മാധവനെയും സുരേന്ദ്രനെയും കാണുമ്പോൾ ദേഷ്യം പിടിക്കാൻ, കോപമുണ്ടാകാൻ നമുക്ക് സാധ്യമല്ല, വെറുക്കാൻ കഴിയില്ല. ആശയപരമായ വിയോജിപ്പുകൾ ഉണ്ടാവും, അതുണ്ടാവണം. അവിടെ മനുഷ്യന്റെ പ്രത്യേകത. അദ്വൈത ദർശനം, ദ്വൈത ദർശനം, വിശിഷ്ടാദ്വൈതം, മൂന്നും വിഭിന്നമാണ്. മൂന്ന് പേരും പരസ്പരം ആശയ സംഘടന ഏർപ്പെട്ടിട്ടുണ്ട്. തമ്മിൽ ഉന്മൂലന ഭീഷണിയല്ല. കണാദമുനിയുടെ വൈശേഷികം ചാർവാകമതം ശുദ്ധ നിരീശ്വരത്വമാണ്. അതൊക്കെ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ രാജ്യത്തിന്റെ ഓരോ കാൽവെപ്പുകളിലും നമുക്ക് പങ്കാളിത്തമുണ്ട്. ഇവിടെ ജനിച്ച ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൈനനും ബൗദ്ധനും അവർക്ക് ഈ രാജ്യത്തിന്റെ മണ്ണിലുള്ളവരാണ്, ഈ രാജ്യക്കാരാണ്. ഇതിന്റെ വായു ശ്വസിച്ചവരാണ്, ഇതിന്റെ വെള്ളം അനുഭവിച്ചവരാണ്, ഇതിന്റെ സൗന്ദര്യം ആസ്വദിച്ചവരാണ്, ഇതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. ഒരു ദുരഭിമാനവും നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുരഭിമാനത്തിന്റെ കപ്പലുകളിൽ കയറി യാത്ര ചെയ്യേണ്ടവരല്ല നമ്മൾ. ആകാശഗംഗകളിൽ ദുരഭിമാനത്തിന്റെ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകേണ്ടവരല്ല നമ്മൾ. ഡെപ്തുള്ള നോളജ്, ഡെപ്തുള്ള ചിന്ത, മനുഷ്യ സഹജമായ ബോധത്തിൽ നിന്നുകൊണ്ടുള്ള ചിന്ത അതുണ്ടാവണം. അതിനൊന്നാമതായി ലോകത്തോട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ 195 മുതൽ 206 വരെയുള്ള പേജിൽ അറേബ്യയെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് മുഹമ്മദ്, പ്രൊഫറ്റ് മുഹമ്മദ് ഏതസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യണ സമുന്നിത, മുഹമ്മദ് ഇതിക്കാതെ ശിഷ്യശാഖ സമുന്നിതം എന്ന് ഭവിഷ്യൽ പുരാണത്തിൽ കൃഷ്ണദ്വൈപായന വേദവ്യാസൻ പറഞ്ഞ അവിശ്വാചാര്യൻ, മാനവികതയുടെ പ്രവാചകൻ. അദ്ദേഹത്തെ കുറിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് 23 കൊല്ലം കൊണ്ട് ലോകത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ശുദ്ധമായ ഏകദൈവാരാധനയായിരുന്നു. ശുദ്ധമായ ഏകദൈവാരാധന. ആ ഏകദൈവാരാധന മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിച്ചു. നിങ്ങളെല്ലാം ആലോചിച്ചു നോക്കുക. ഭൂമിയെ നമുക്ക് പരത്തി തന്നവൻ, ഉരുണ്ട ഗോളത്തെ 30 സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഭൂമിയെ നമുക്ക് സംവിധാനിച്ചു തന്ന ലോകത്തിന്റെ നാഥൻ, നമ്മുടെ നാഥൻ, ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, മനുഷ്യരുടെ നാഥൻ, കൃമികീടങ്ങളുടെ നാഥൻ, ഏകകോശജീവിയായ ഹമീബ മുതൽ ബഹുകോശജീവിയായ നീലത്തിമികരത്തെ വരെ സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ. ആ ലോകത്തിന്റെ നാഥനെ മനുഷ്യർ അംഗീകരിച്ചില്ല. ആ ലോകത്തിന്റെ നാഥനിലേക്ക് മനുഷ്യർ പഠിച്ചില്ല. ഋഗ്വേദം 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിനുള്ളത്. 108 ഉപനിഷത്താണ് ഏറ്റവും പ്രധാനം. 108 ഉപനിഷത്തും കയ്യിലുള്ള ഒരാളാണ്. ചതുർവേദങ്ങൾ കൈവശം വെച്ചിട്ടുള്ള ഒരാളാണ്. വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അബദ്ധങ്ങൾ ഉണ്ടാകാം. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചവനല്ല. നേരെ മറിച്ച് സന്യാസിമാരുമായി എനിക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ കുഞ്ഞുനാളിൽ, എന്റെ സ്കൂൾ പഠനത്തിൽ ഞാൻ നന്നായി ശ്രമിച്ചിട്ടുണ്ട് ഭാരതീയ ദർശനത്തെ കുറിച്ച് പഠിക്കാൻ. ഭാരതീയ ദർശനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരനായി പഠിക്കാൻ, ഒരു മുസ്ലിമായി പഠിക്കാനല്ല. അന്ന് ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ആ പഠനത്തിൽ ഇന്ത്യക്കാരനായി. ജീവിതത്തിന്റെ വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും ആചാരങ്ങളിലും ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും ഞാനൊരു മുസ്ലിമായി ജീവിച്ചു. അതെന്റെ വീക്ഷണമാണ്. ഹരേ റാം ഹരേ റാം ഹരേ റാം എന്ന് പറഞ്ഞിട്ടാണ് ഗാന്ധിജി മരിക്കുന്നത്. ഹരേ റാം എന്ന് പറഞ്ഞിട്ടാണ് ഗോഡ്സെ കൊല്ലുന്നത്. ഈ രണ്ട് ശബ്ദങ്ങളുടെയും അർത്ഥത്തിന്റെ വ്യത്യാസങ്ങളെ ഭാരതീയർ ശരിക്കും ഉൾക്കൊള്ളേണ്ട കാലഘട്ടമാണ്. ഞാൻ പറയുന്നത് സത്യസന്ധമായ വീക്ഷണങ്ങളെ, സത്യസന്ധമായ സമീപനങ്ങളെ വിലയിരുത്തുമ്പോൾ ബഹുമാനനായ ഫാദറിന്റെ അദ്ദേഹം ഉൾക്കൊള്ളുന്ന സത്യവേദ പുസ്തകത്തിന്റെ അകക്കാമ്പിൽ ഒരു മഹനീയമായ ശബ്ദമുണ്ട്. ഈസാ അലൈഹിസ്സലാം, ജീസസ് ക്രൈസ്റ്റ് ലോകത്തോട് പറഞ്ഞ മനോഹരമായ ഒരു വാചകം. ഗുരു പ്രഭു ഏറ്റവും പ്രഥമമായ ലോകത്തോട് ഒരു പ്രവാചകൻ എന്ന നിലയിൽ യേശു ക്രിസ്തുവിനോടാ പറയുന്നത്. നിങ്ങൾക്ക് ലോകത്തോട് പറയാനുള്ള വാചകം എന്താണ്? ലോകത്തോട് പറയാനുള്ള വാചകം എന്താണ്? അതിന് അദ്ദേഹം പറഞ്ഞ വാചകം, ഇസ്രായേലേ ഇസ്രായേലേ കേൾക്ക, ശമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. നമുക്ക് തിരിയാത്തൊരു ഭാഷയാണ്, പക്ഷെ നമുക്ക് തിരിയുന്ന ഭാഷയിൽ മലയാളീകരിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? ശമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. ഇസ്രായേൽ സമൂഹമേ, നിങ്ങൾ കേൾക്ക, നമ്മുടെ ദൈവമായ, അദ്ദേഹം അങ്ങനെയാ പറഞ്ഞു, ഞാനും നിങ്ങളും ഒരു ദൈവത്തിന്റെ അടിമകളാണ്. ഞാൻ ദൈവമല്ല, ഞാൻ ദൈവത്തിന്റെ പുത്രനുമല്ല, ഞാൻ ദൈവത്തിന്റെ അടിമയാണ്. നമ്മളൊക്കെ ആരാധിക്കേണ്ടത് ഒറ്റ ദൈവത്തെയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ, അവരേ എന്നല്ല, അവനെ, സിംഗുലർ ആണ്, പ്ലൂറൽ അല്ല, അവനെ. അല്ലേ? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ വിശ്വരൂപത്തെ സൃഷ്ടിച്ച സർവശക്തൻ ഏകനാണ്. നമ്മുടെ ഒക്കെ സൃഷ്ടാവ് ഏകനാണ്. അതാ പറയുന്നത്, അവനെ ആരാധിക്കാനാ പറയുന്നത്. പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാചകത്ത് പറയുന്നത്, മിസ്രീം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമാരുത്.
അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. ബൈബിളിലുള്ള വാചകമാണ്, കൃത്യമാണ്, വ്യക്തമാണ്. അല്ലേ? ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ദിക്കിൽ എന്താ പറയുന്നത്? ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ബുധസ്യ ജാതപതിരേക ആസീത് സദാചാര പൃഥിവീം ദ്യാമദേവായ കശ്മീ ദേവായ ഹവിഷാവിദേവ. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ഈശ്വരനെ കുറിച്ചാ പറയുക. സകല ജീവജാലങ്ങളും അവനെ ആശ്രയിക്കുന്നു. ആരെ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഒക്കെ അവനെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുക എന്ന് ലോകത്തെല്ലാ വേദവും പറയുന്നു. അപ്പൊ നമ്മൾ ഒന്നാകും, അടിസ്ഥാനപരമായി നമ്മൾ ഒന്നാവും. അല്ലെങ്കിൽ എന്നും മാനമൈത്രി സമ്മേളനം നടക്കും, മനുഷ്യരെ ഐക്യപ്പെടില്ല, ആത്യന്തികമായി ഐക്യപ്പെടില്ല. ആത്യന്തികമായി ഐക്യപ്പെടണമെങ്കിൽ മനുഷ്യന്റെ ആരംഭത്തെ കുറിച്ച് പഠിക്കണം, മനുഷ്യർ ഒന്നായിരുന്നു പഠിക്കണം, ആദ്യത്തെ 10 തലമുറ ശുദ്ധമായ ഏകദൈവാരാധകരായിരുന്നു എന്ന് പഠിക്കണം. പിന്നെ മനുഷ്യരെയും സൃഷ്ടികളെയും ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ മതങ്ങളുണ്ടായി, ദർശനങ്ങൾ വിഭിന്നമായി, വിശ്വാസങ്ങൾ വിഭിന്നമായി, നമുക്ക് തല്ലേണ്ടി വന്നു. ശരിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ലോകത്ത് എല്ലാവരും വിമർശിക്കുന്ന ഒരു മതമായി ഇസ്ലാം, മുസ്ലിങ്ങളൊക്കെ മാറി. ഞാൻ ആ ഭാഗം സൂക്ഷ്മമായി പറയുന്നില്ല, സമയമില്ല. നിങ്ങൾ എന്റെ പ്രഭാഷണം സൈറ്റിൽ കയറി ടെമ്പിൾ സ്പീച്ച് എന്ന് പറഞ്ഞാൽ വിപുലമായ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കേട്ടാൽ മതി, അത് എനിക്ക് പറയാൻ കഴിയുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു നിങ്ങളോട്, ലോകത്തെവിടെയെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമ ഉണ്ടോ? ലോകത്തെവിടെയെങ്കിലും, ഒരു പള്ളിയിൽ, ലോകത്തെവിടെയെങ്കിലും? അതുകൊണ്ട് തന്നെ അത് തകർക്കപ്പെട്ടതിന്റെ പേരിൽ ഒരു ഹിന്ദുവിനും മുസ്ലിമിനും തമ്മിൽ തല്ലേണ്ടി വന്നിട്ടുണ്ടോ? ഒരു ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും തമ്മിൽ തല്ലേണ്ടി വന്നിട്ടുണ്ടോ? ഒരു ജൂതനും മുസ്ലിമിനും തല്ലേണ്ടി വന്നിട്ടുണ്ടോ? മുഹമ്മദ് നബിയുടെ ഒരു പ്രതിമ തകർത്തു, ഒരു കമ്മ്യൂണൽ റയോട്ട് ഉണ്ടായി, എന്നിട്ട് ഒരു ഹൈന്ദവനെ, ഒരു മുസ്ലിമിനെ കൊല്ലേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ സുഹൃത്തുക്കളെ? അല്ലേ? വലിയൊരു കാര്യമല്ലേ? ഒറീസയിൽ യേശുവിന്റെ പ്രതിമ നശിപ്പിക്കപ്പെട്ടപ്പോൾ പരസ്പര തല്ലുണ്ടായില്ലേ? BR അംബേദ്കറിന്റെ പ്രതിമ വെച്ച് ആരാധിച്ചപ്പോൾ പ്രശ്നമുണ്ടായില്ലേ? രൂപങ്ങളില്ലാത്ത സർവശക്തനായ റബ്ബിനെ ആരാധിക്കാൻ വേദം പറഞ്ഞിട്ടില്ലേ? കേനോബിനേഷൻ പ്രഥമവല്ലിയിലെ 6-7 ശ്ലോകം നിങ്ങൾ വായിച്ചു നോക്ക്. അതിന്റെ അർത്ഥം എന്താണ് എന്റെ പ്രിയപ്പെട്ട അമ്മമാർക്ക് അറിയൂ? അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നീ ഭക്തി ആദരവോടെ ഏതൊരു ബിംബത്തിന്റെ മുമ്പിലാണോ കൈകൂപ്പി നിൽക്കുന്നത്, അത് നിന്റെ സാക്ഷാൽ ഈശ്വരനല്ല. നിന്റെ കണ്ണുകൊണ്ട് കാണാനാവാത്ത, നിന്റെ കണ്ണിന് ദർശനം നൽകിയ ലോകത്തിന്റെ നാഥനെയാണ് നീ പൂജിക്കേണ്ടത്, ആരാധിക്കേണ്ടത്. ഈ തത്വമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. ഈ തത്വമാണ് ഗോത്രവയക്കിൽ കഴിഞ്ഞിരുന്ന അറബികളെ ഒന്നിപ്പിച്ചത്. നിങ്ങൾ നോക്ക്, ലോകത്ത് മുഹമ്മദ് നബി ഞാൻ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ ഞാൻ രാഹുൽ ഈശ്വറൊക്കെ ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ വീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ക്രിസ്ത്യാനികളായ ആളുകളുമായി എനിക്ക് സംസാരിക്കേണ്ടി വന്നപ്പോൾ ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് മുഹമ്മദ് നബിയോട് ഇഷ്ടമാണോ വെറുപ്പാണോ? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സത്യസന്ധമായി പറയണം, മനസാക്ഷി കുത്തില്ലാതെ പറയണം, നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ ഇഷ്ടമാണോ വെറുപ്പാണോ? അവരെന്നോട് ആത്മാർത്ഥമായി പറഞ്ഞു, ഞങ്ങൾക്ക് വെറുപ്പാണ്. ഞങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കി. ഞാൻ തിരിച്ചവരോടൊരു ചോദ്യം ചോദിച്ചു, എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് വെറുപ്പാണോ ഇഷ്ടമാണോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു മുസ്ലിമായ എന്റെ അഭിപ്രായം, എനിക്ക് വെറുപ്പാണോ ഇഷ്ടമാണോ? അപ്പൊ അവരെന്നോട് ഒന്നടങ്കം പറയാണ്, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ വെറുക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മതത്തിൽ ഒരു പ്രവാചകനെയും വെറുക്കരുത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെറുക്കുന്നില്ല എന്നറിയാം. എങ്കിൽ ഞാൻ ചോദിച്ചു, അതല്ലേ ബെറ്റർ? നിങ്ങൾക്ക് ഒരു ഉദാഹരണം കൂടെ പറയാം. കാസർഗോഡ് ജില്ലക്കാരനായ ഹനീഫ എന്നൊരു പയ്യൻ എന്നെ ദുബായിൽ നിന്ന് വിളിക്കുകയാണ്. ഞാൻ ക്രിസ്തു മതം സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു, മോനെ ഏത് മതം സ്വീകരിക്കണം, ഏത് സ്വീകരിക്കരുത് എന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ് 25, 26, 27, 28 ഖണ്ഡിക ഏത് മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കുന്നു, നീ മുസ്ലിമായ കാലത്ത് മുഹമ്മദ് നബിയോട് നിനക്ക് വെറുപ്പായിരുന്നു? ഞാൻ പറഞ്ഞു, അല്ല. യേശു ക്രിസ്തുവിനോട് നിനക്ക് വെറുപ്പായിരുന്നു? അല്ല. മോസസ് പ്രവാചകനോട്, 10 കമാൻഡ്മെന്റ്സിന്റെ പ്രവാചകനോട് നിനക്ക് വെറുപ്പായിരുന്നു? അപ്പോഴും അവൻ പറഞ്ഞു, അല്ല. ഞാൻ ചോദിച്ചു, നീ ഇപ്പൊ ക്രിസ്ത്യാനിയായി, നിനക്ക് മുഹമ്മദ് നബീനോട് വെറുപ്പാണോ, മൂസാ നബീനോട് വെറുപ്പാണോ? പറഞ്ഞു, രണ്ടുപേരോടും വെറുപ്പാണ്. മുസ്ലിം ആയ കാലത്ത് 3 പ്രവാചകന്മാരോടും വെറുപ്പില്ല. ക്രിസ്ത്യാനി ആയപ്പോ നിനക്ക് 2 പ്രവാചകന്മാരോട് വെറുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഇസ്ലാമിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയുമോ? യേശു ക്രിസ്തുവിന്റെ പേര് കേൾക്കുമ്പോൾ ഒരു മുസ്ലിം പ്രാർത്ഥിക്കണം. എന്തു പ്രാർത്ഥിക്കണം? അലൈഹിസ്സലാത്തു വസ്സലാം. യേശു ക്രിസ്തുവിന് ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാകട്ടെ. ആ മുസ്ലിമിന്റെ മനസ്സിൽ ക്രിസ്ത്യാനോട് വെറുപ്പുണ്ടാവൂ? നിങ്ങൾ ചിന്തിച്ചോളൂ, നിങ്ങൾ ആലോചിച്ചോളൂ. നിങ്ങൾക്ക് ബുദ്ധിയുള്ളവരാണല്ലോ, പഠിച്ചവരാണല്ലോ. മൂസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയണം. ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാകട്ടെ.
ക്രൈസ്തവ ലോകത്ത് മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ സുഹൃത്തുക്കളെ, യേശുക്രിസ്തുവിനെ ചീത്ത പറഞ്ഞുകൊണ്ട് നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. യേശുക്രിസ്തുവിനെ മോശക്കാരനാക്കിക്കൊണ്ട് നോക്കി, എവിടെ നോക്കി എല്ലാരും ഇത്ര പോകുന്നൊരു കടലാസ് മുസ്ലിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും എഴുതിയിട്ടില്ല. യേശുക്രിസ്തു മോശമായിരുന്നു എന്ന് പറയുന്ന ഒരു പദം എഴുതിക്കൊണ്ടൊരു പുസ്തകം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ക്രൈസ്തവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ കാര്യമൊന്നുമല്ല, അത് ചിന്തിക്കുന്നവർക്ക് ചെറിയ കാര്യമല്ല. ഞാൻ വെറുതെ പറയല്ലേ. ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചോളൂ, നിങ്ങൾക്കറിയാലോ മുസ്ലിങ്ങൾ പശുവിനെ ആരാധിക്കൂല. എന്നാ പശുവിനെ ആരാധിക്കുന്നവർ മുസ്ലിങ്ങൾ കൊന്നിട്ടുണ്ടോ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, പശുവിനെ സൗദി അറേബ്യയിലും അമുസ്ലിമിന്റെ റൂമിൽ വെച്ച് ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സൗദി അറേബ്യയിൽ വെച്ച് ഒരു അമുസ്ലിം കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്റെ ശിവാനേട്ടൻ, എന്റെ ഏറ്റവും വലിയ അയൽവാസി, സൗദി അറേബ്യയിലാണ്, ജിദ്ദയിലാണ്, പരിശുദ്ധ ഹറമിനോട് ഏറ്റവും ചേർന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിന്റെ ആരാധനയുണ്ട്. അദ്ദേഹം BJP കാരനാണ്. അദ്ദേഹത്തിന്റെ റൂമിൽ അദ്ദേഹം ആരാധിക്കുന്നു. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, പന്നി ഇറച്ചി ഇസ്ലാമിന് ഹറാമാണ്. ഹറാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലായി, തിന്നാൻ പാടില്ല. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിനെ പന്നിയിറച്ചി തിന്നതിന്റെ പേരിൽ മുസ്ലിങ്ങൾ കൊന്നിട്ടുണ്ടോ? തല്ലിയിട്ടുണ്ടോ? എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ യാത്രക്കിടയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം നിങ്ങളോട് പറയണേ. ബ്രിട്ടീഷ് മാർക്കറ്റുകളുണ്ട്, അവിടെ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ കാട മാംസം, ചിക്കൻ, മട്ടൻ, ബീഫ് ഒക്കെ, ആ കൂട്ടത്ത് പന്നിയിറച്ചി മുക്കുന്നുണ്ട്. ഈ പന്നിയിറച്ചി വാങ്ങിക്കുന്ന ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിനോട് ഇസ്ലാമിക രാജ്യം ഖുർആനിക പ്രകാരം പന്നിയിറച്ചി ഹറാമാണ്, തിന്നാ എന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ അത് ഇസ്ലാമിന്റെ സഹിഷ്ണുത തന്നെയാണ്. ഇസ്ലാം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, വലാ തസുബ്ബുല്ലദീന യദൂന മിൻ ദൂനില്ലാ. അല്ലാഹുവിന് പുറമെ മറ്റ് മത വിശ്വാസികൾ ആരാധിക്കുന്ന ആരാധ്യ കഥാപാത്രങ്ങളെ നിങ്ങൾ ചീത്ത പറയരുത്. ഖുർആന പറയുന്നത് മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ മൂർത്തികളെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. ഖുർആന പറയുന്നത്. പിന്നെ എങ്ങനെ ഭീകരവാദം ഉണ്ടാവും? ടോണി ബ്ലെയർ, ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ പറയുന്ന ഒരു കാര്യമുണ്ട്. ടോണി ബ്ലെയർ പറയുന്നത് ISIS ഉണ്ടാക്കി ഞങ്ങളാണ്. ടോണി ബ്ലെയർ ലോകത്തോട് പറഞ്ഞാണ്, നിങ്ങൾ ആരും കേട്ടില്ലേ? അതിന് വലിയ പ്രാധാന്യമൊന്നും ലോകത്തുണ്ടാവില്ലല്ലോ. ടോണി ബ്ലെയർ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇറാഖിന്റെ, ഫലസ്തീനിന്റെ, ചെച്നിയയുടെ, ഗോസഡോവയുടെ, ലബനാനിന്റെ, ഗാസയുടെ മണ്ണിൽ ബോംബ് കൊണ്ടുപോയി തുപ്പിയ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്. അതിന്റെ അനന്തര ഫലമാണ് ISIS. അനീതി എവിടെ ഉണ്ടോ അവിടെ തീവ്രവാദങ്ങൾ ഉണ്ടാവും, ഭീകരവാദങ്ങൾ ഉണ്ടാവും. തീവ്രവാദവും ഭീകരവാദത്തിനും മതല്ല. ഇല്ല, മതല്ല. തീവ്രവാദത്തിനും ഭീകരവാദത്തിനും മതല്ല. മനുഷ്യനെ കൊല്ലാൻ കഴിയോ? ഞങ്ങളോട് ചോദിക്കാം, ഖുർആൻ നിങ്ങൾ വായിച്ചോളൂ, ഞാൻ തരാം നിങ്ങൾക്ക്. എത്ര കോപ്പി വേണം ഞങ്ങൾ തരും നിങ്ങൾക്ക്. ഒരൊറ്റ വാചകം, അമുസ്ലിമിനെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു വാചകം ഖുർആൻ ഇല്ല. ഞാനൊരു വലിയ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു സ്വാമിജി പാവായിരുന്നു. പാവാണ്. ആരാ പാവമില്ലാത്തോട് സുഹൃത്തുക്കളെ? അറിവില്ലായ്മ കൊണ്ട് പലർക്കും പലതും സംഭവിക്കുന്നുണ്ട്. സ്വാമിജി പറഞ്ഞു, എനിക്ക് ഇസ്ലാമിനോടും ഖുർആനോടൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ ആ സമയത്ത് എന്റെ ഊഴമായിരുന്നു രണ്ടാമത്തെ. ഞാൻ എഴുന്നേറ്റ് അൽഹംദുലില്ലാ, സർവസ്തുതിയും ലോകനാഥനാണ്. കാരണം എന്താ? ഖുർആനിൽ അമുസ്ലിമിനെ കൊല്ലാൻ പറഞ്ഞൊരു വാചകം ഞാൻ ഒരുപാട് കാലമായി അന്വേഷിക്കുന്നു. എത്ര പരതിയിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അത് സ്വാമിജി കണ്ടു എന്നാ പറയണേ. ഞാൻ സ്വാമിജിനോട് ഇതാ ഖുർആൻ നിങ്ങളൊന്ന് കാണിക്കണം. സ്വാമിജി വിറക്കാൻ തുടങ്ങി. അത് എന്നോട് പറഞ്ഞു, മോൻ ക്ഷമിക്കണം. ഒരുപാട് ആളുകളും വിശ്വസ്തരും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയതാ, കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, സ്വാമിജി അങ്ങനെയല്ല ഖുർആനിലുള്ളത്. ലാ യൻഹാകുമുല്ലാഹ് അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ വലൻ യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഖുർആന്റെ 60-ാം അധ്യായം. നിങ്ങൾക്ക് ഈ അധ്യായ നമ്പർ പറയുന്നതിനാണ് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. 60-ാം അധ്യായം 8-ാമത്തെ വചനം. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളോട് മൈത്രിയിൽ കഴിയുന്ന അമുസ്ലിങ്ങളോട് ആരായാലും അവരോട് നിങ്ങൾ പുണ്യം ചെയ്യണം. അൻതബറൂഹും, നിങ്ങൾ അവർക്ക് പുണ്യം ചെയ്യണം. വതുഖ്സിതു ഇലൈഹിം, അവരോട് നീതിയോടുകൂടി പ്രവർത്തിക്കണം. അത് പടച്ചോന് ഇഷ്ടമാണ്. നിങ്ങൾ ഒരിക്കലും അവരുമായി ഏറ്റുമുട്ടരുത് എന്ന് ഖുർആൻ പറയണം. ഒന്നാമത്തെ ഖുർആനിലെ യുദ്ധം തന്നെ എന്തിനു വേണ്ടി അറിയുന്നത്? സന്യാസി മഠങ്ങൾ തകർക്കുന്നവർക്കെതിരെയായിരുന്നു ഒന്നാമത്തെ യുദ്ധം. ഖുർആനിലെ 22-ാം അധ്യായം 40-ാമത്തെ വചനം. ഖുർആൻ പറയുന്നത് ക്രിസ്തീയ ദേവാലയങ്ങൾ തകർക്കപ്പെടുമായിരുന്നു ബദർ ഉണ്ടായിട്ടില്ലെങ്കിൽ. അത് മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. ഓരോ മതവിശ്വാസിയുടെയും മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു അത്. ശരിക്കും മനസ്സിലാക്കുക. ഖുർആനാ പറയുന്നത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. ബദർ യുദ്ധത്തിൽ മുഹമ്മദ് നബി ആയുധമെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ, ആയുധമെടുത്ത എന്തിനാ? ഓരോരുത്തരുടെ മതസ്വാതന്ത്ര്യത്തിന്. അതായത് ഇന്ന മതം ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ ഖുറൈശികൾ പറഞ്ഞു. വേറൊരു മതവും ഇവിടെ വളരാൻ പാടില്ലായിരുന്നു. അപ്പൊ പ്രവാചകൻ അത് ശരിയല്ല, പൗരസ്വാതന്ത്ര്യത്തിനെതിരാണത്. പൗരസ്വാതന്ത്ര്യം ഹനിക്കുകയും 13 വർഷം ക്ഷമിച്ചതിനു ശേഷം രാജ്യത്തിന്റെ ഭരണാധികാരിയും ചെയ്തപ്പോ അദ്ദേഹം ആയുധമെടുത്തു. ആർക്കെതിരെ? രാജ്യദ്രോഹികൾക്കെതിരെ.
അതുപോലെ ഓരോരുത്തരുടെ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നവർക്കെതിരെ പ്രവാചകൻ യുദ്ധം ചെയ്തു. നിങ്ങൾക്കറിയാം ഇസ്ലാമിന്റെ യുദ്ധം എങ്ങനെയായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പട്ടാളത്തെ അയക്കുമ്പോ അവരെ കൂട്ടത്തിൽ നടുവിൽ വന്നിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്. നോക്ക്, പട്ടാളക്കാരോട് പറയണം, നോക്ക്, ദൈവത്തിന്റെ നാമത്തിൽ എന്റെ ചര്യയിൽ എന്റെ മാതൃകയിൽ ഒരു കാരണവശാലും അതിക്രമം ഉണ്ടാകരുത് കേട്ടോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ കേട്ടോളൂ. ഒരു കാരണവശാലും ശത്രുപക്ഷത്തെ കുട്ടികളെ കൊല്ലരുത് കേട്ടോ. ഒരു കാരണവശാലും ഒരു ന്യായവും നിങ്ങൾ എന്നോട് പറയരുത്. നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ഏത് മതസമൂഹമാകട്ടെ മതമില്ലാത്തവരാകട്ടെ അവരുടെ കുട്ടികൾ ഒരിക്കലും നിങ്ങൾ വധിക്കരുത്, അവരെ നശിപ്പിക്കരുത്. ഇതാണ് എനിക്ക് നിങ്ങളോട് ഒന്നാമതായി. വീണ്ടും അദ്ദേഹം അവരുടെ കൂടെ നടക്കും. വീര്യത്തോടുകൂടി നടന്നു പോകുന്ന പട്ടാളക്കാരോട് വീണ്ടും നോക്കിയേ, ശത്രു സൈന്യത്തിലെ ഒരു സ്ത്രീക്ക് നേരെയും ഒരു കള്ളക്കണ്ണിന്റെ നോട്ടം നിങ്ങൾ നോക്കരുത്. അവരെ ആക്രമിക്കരുത്, അവരെ കൊല്ലരുത്, അവരെ നിങ്ങൾ ശാരീരികമായും മാനസികമായും ഒരു നിലക്കും ഒരു സ്ത്രീയെ നിങ്ങൾ ഉപദ്രവിക്കരുത്. വീണ്ടും അദ്ദേഹം മുന്നോട്ട് പോകും. നോക്ക്, അവരുടെ സന്യാസി മഠങ്ങൾ ഒരിക്കലും നശിപ്പിക്കരുത് കേട്ടോ. വീണ്ടും പ്രവാചകനുടെ കൂടെ നടക്കും. നോക്ക്, അവരുടെ പൊതുമുതലുകൾ നശിപ്പിക്കരുത് കേട്ടോ. വീണ്ടും അവരുടെ കൂടെ ചെന്നിട്ട് പറയും, അവരുടെ ജലതടാകങ്ങൾ നിങ്ങൾ നശിപ്പിക്കരുത്, മോശമാക്കരുത്, അവർക്ക് കുടിക്കുന്ന വെള്ളം നിങ്ങൾ മലീമസമാക്കരുത് കേട്ടോ. വീണ്ടും പ്രവാചകൻ അവരുടെ കൂടെ ചെന്ന് പറയും, എന്ത്, അവർക്ക് ഉൽപ്പന്നം നൽകുന്ന, അവർക്ക് അന്നം നൽകുന്ന സസ്യങ്ങൾ നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. ഞാൻ ഇനി ആത്മാർത്ഥമായി ചോദിക്കുന്നു, ലോകത്തിൽ ഏതെങ്കിലും ഒരു യുദ്ധ കമാൻഡർ അവരുടെ പട്ടാളക്കാരോട് ഇങ്ങനെ പറഞ്ഞതായി നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ ഇസ്ലാമിന് വേണ്ടി പ്രസംഗിക്കില്ല. ഇനി കേട്ടോളൂ നിങ്ങൾ, പ്രവാചക തിരുമേനി ഒരു യുദ്ധം കഴിഞ്ഞപ്പോ കുറച്ച് കുട്ടികൾ കൊല്ലപ്പെട്ടത് കണ്ടു. പ്രവാചക തിരുമേനി ചോദിച്ചു, ആരാ? കോപാകുലനായി അദ്ദേഹത്തിന്റെ കോപം ഉയർന്നു, കണ്ണുകൾ ചുവന്നു തുടുത്തു. അദ്ദേഹം ചോദിച്ചു, വരീ, ആരാ ഈ കുഞ്ഞുങ്ങളെ കൊന്നത്? അപ്പൊ അവര് ലാഘവത്തോടു കൂടി പറയണം. എന്താ പറയുന്നത്? അത് അമുസ്ലിങ്ങളുടെ കുട്ടികളല്ലേ. ആ സമയത്ത് പ്രവാചകൻ അവരെ പഠിപ്പിച്ചെന്നറിയും, മേലിൽ ഇനി ആ വാചകം നിങ്ങൾ എന്നോട് പറയരുത്. എന്നിട്ട് ആ പ്രവാചകൻ പറഞ്ഞ വാചകം എന്താണെന്നറിയോ നിങ്ങൾ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മനുഷ്യ കുഞ്ഞും പരിശുദ്ധരാണ്, പാപികളായിട്ടല്ല ജനിക്കുന്നത്, പരമപരിശുദ്ധർ. ഏത് രാജ്യത്ത് ജനിക്കുന്ന കുഞ്ഞും പരമപരിശുദ്ധർ, അവരെ തുടരുത് എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ പ്രവാചകൻ ചെയ്തു. തീർന്നില്ല, ഒരു സ്ത്രീ കൊല്ലപ്പെട്ടൊരു യുദ്ധത്തിൽ ഇതുപോലെ പ്രവാചകൻ അവരെ വിളിച്ചു വരുത്തി. അപ്പൊ അവര് പറയാ കേട്ടോ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, ഇതാ നമ്മുടെ വർഗീയത. അവര് പറയണേ, ശത്രുപക്ഷത്ത് നിന്നിട്ട് അവർക്ക് ആയുധം എടുത്തു കൊടുത്ത് മുസ്ലിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച പെണ്ണാത്, അതുകൊണ്ടാ കൊന്നത്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ വിടില്ല നിങ്ങളെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് കാരണമുണ്ടോ പെണ്ണിനെ തുടരുത്. ഇതാണ് പ്രവാചക തിരുമേനി. ഈ പ്രവാചക തിരുമേനിയെ നിങ്ങൾ പഠിക്കണം. കരുണാവാൻ നബി, മണിമുക്തി രക്തമോ എന്നാണ്. ഒരു നല്ല തണുപ്പുള്ള രാത്രിയിൽ അവർ തീയിട്ടു. പ്രവാചക തിരുമേനി ഓടിച്ചെന്നു ആ പരിസരം പരിശോധിച്ചപ്പോ ഉറുമ്പുകൾ ചാലിട്ട് പോകുന്നു. പ്രവാചകൻ ചോദിച്ചു, എന്തൊരു കടുങ്കയ്യാണ്, കണ്ണ് തന്നില്ലേ നിങ്ങൾക്ക് പടച്ചോൻ? അള്ളാഹു കണ്ണ് തന്നില്ലേ നിങ്ങൾക്ക്? ഈ കണ്ണുകൊണ്ട് കണ്ടുകൂടായിരുന്നു ഉറുമ്പുകൾ ചാലിട്ട് പോകുന്നത്? തീയണക്കണം എന്ന് പ്രവാചക തിരുമേനി ഒരു സ്വപ്നം കണ്ടു. നരകം, അഗ്നി നാളങ്ങൾ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഒരു സ്ത്രീയെ പൂച്ച മാന്തുന്നതും കടിക്കുന്നതും കണ്ടു. പ്രവാചകൻ ഗബ്രിയേൽ എന്ന മാലാഖയോട് ചോദിച്ച, എന്താ അത്? അപ്പൊ അവര് പറയണ, ഈ സ്ത്രീ പൂച്ചയെ കെട്ടിയിട്ടു, ഭക്ഷണം കൊടുത്തില്ല, ഭക്ഷണം കഴിക്കാൻ വിട്ടതുമില്ല, അതിന്റെ ശിക്ഷയാണ്. കണ്ടോ, ഒരു പൂച്ചയെ കെട്ടിയിടാൻ പോലും പാടില്ല, പിന്നല്ലേ മനുഷ്യരെ കെട്ടിയിടല്. ഖുർആനിന്റെ വേറൊരു വാചകം കേട്ടാൽ നിങ്ങൾ കിടുങ്ങിപ്പോകും. ഖുർആൻ 5-ാം അധ്യായം 32-ാമത്തെ വചനം പറയുന്നത്, അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്ന കൊലയാളി. നോക്കേ, അകാരണമായ ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ കൊലയാളി, മനുഷ്യരെയും കൊന്ന കൊലയാളി. തെൽമൂദ് എന്ന് പറഞ്ഞിട്ടൊരു ജൂത ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഒരു വാചകമുണ്ട്, അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ. അതാ വർഗീയത. ഖുർആൻ പറയണതോ, ലോകത്തെവിടെ വെച്ച് നിങ്ങൾ ഒരു മനുഷ്യനെ കൊന്നോ 715 കോടി മനുഷ്യരെ കൊന്ന പാപിയാ നീ. അപ്പൊ മനുഷ്യന്റെ മൂല്യം എത്രയാ? മനുഷ്യന്റെ വെയിറ്റ് എത്രയാ? മനുഷ്യനെ കൊല്ലാൻ പാടില്ല. നമുക്ക് സംഭവിച്ച ഒരു തെറ്റ് ഞാൻ പറയാം. രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ച പോലെ നമുക്ക് പറ്റിയ ഒരു തെറ്റ്, സൃഷ്ടികളെ നമ്മൾ ദൈവത്തിന്റെ സ്ഥാനത്ത് വെച്ചപ്പോ മനുഷ്യന് വിലയില്ലാതായി. ഖുർആൻ പറയുന്നത് അറിയങ്ങള്, ഈ സൃഷ്ടികളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്, മനുഷ്യനാണ് കേന്ദ്രബിന്ദു, മനുഷ്യനാണ് മൂല്യം. അതുകൊണ്ട് ഖുർആൻ പറയണം, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്. പാമ്പ് നിങ്ങൾക്ക് വേണ്ടിയാണ്, പശു നിങ്ങൾക്ക് വേണ്ടിയാണ്, ഒട്ടകം നിങ്ങൾക്ക് വേണ്ടിയാണ്, ആട് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ മനസ്സിലുള്ള എന്താണ്? പശുവിന് വേണ്ടിയാണ് ഞാൻ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനുഷ്യന് മൂല്യമില്ലാതായി, മനുഷ്യന് പ്രത്യേകത ഇല്ലാതായി. മനുഷ്യന് പ്രത്യേകതയുണ്ട്. മനുഷ്യരെ ഒരാളും ഒരു നിലക്കും അന്യായമായ
ഒരു നിലക്കുള്ള കൊലപാതകവും മതം അനുവദിക്കുന്നില്ല. അപ്പൊ ഏറ്റവും പ്രധാനമായ കാര്യം മനുഷ്യന്റെ മൂല്യത്തെ കുറിച്ചാണ്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടുകൂടി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഖത്തറിലായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമ്മുടെ കൊല്ലം ജില്ലയിലെ പരവൂരിലെ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി ഒരു വെടിക്കെട്ട് നടന്നു. ഇന്ത്യ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്തൊരു വെടിക്കെട്ട്. 1.5 കിലോമീറ്റർ അകലെ കരിങ്കൽ ചീളുകൾ, ബിൽഡിങ്ങിന്റെ കഷ്ണങ്ങൾ ചീറിപ്പാഞ്ഞു വന്ന് ബൈക്ക് യാത്രികനെ പോലും അത് കൊന്നൊടുക്കി. മൈലുകൾക്കപ്പുറത്ത് പ്രകമ്പനം കൊണ്ടു. ഞാൻ എന്റെ മനസ്സ് ഉറങ്ങിയിട്ടില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗാഢനിദ്ര എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ അവിടെ മനുഷ്യനായി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു അപേക്ഷ പറയാം. എന്റെ ഒരു പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് പടക്കം പൊട്ടുന്നതുമായി ബന്ധപ്പെട്ട്, ആനയെ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവനും ഒരുപാട് ആളുകൾ കഴിഞ്ഞ ആഴ്ചകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. 2 വർഷം മുമ്പ് ഞാൻ ചെയ്ത എന്റെ പ്രഭാഷണം ഞാനതിവിടെ ആവർത്തിച്ചു പറയുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം വായിക്കാൻ അവസരമുണ്ടായി എനിക്ക്. 108 ഉപനിഷത്തുകൾ, ഏറെ ശ്രദ്ധേയമായ ദശോപനിഷത്ത്, മഹാഭാരതം, രാമായണം, ഭഗവത്ഗീത, 18 അധ്യായമുള്ള ഭഗവത്ഗീത, 700 ശ്ലോകമുള്ള ഭഗവത്ഗീത, 3 വിഭാഗമായി തിരിച്ച ഭഗവത്ഗീത, വിജ്ഞാനകാന്ഡം, കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, ഓരോ കാണ്ഡത്തിലും 6 അധ്യായങ്ങൾ, 700 ശ്ലോകങ്ങൾ. ഇതൊക്കെ പരിശോധിച്ചിട്ട് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയിലും ആന എന്നുള്ളതുമായി ബന്ധപ്പെട്ടൊരു ആഘോഷം ഇസ്ലാമിലില്ല. സത്യം, ആനയെ കൊണ്ട് എഴുന്നള്ളിപ്പിക്കുന്ന ഒരു നേർച്ച, പുളിങ്ങോം നേർച്ച, പട്ടാമ്പി നേർച്ച, കൊണ്ടോട്ടി നേർച്ച, അതിനെതിരെ എതിർത്തിട്ട് ഏറ് കിട്ടിയാളാണ് ഞാൻ, തല്ല് കിട്ടിയാളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മുസ്ലിം സമുദായത്തിലെ ആന എഴുന്നള്ളത്തി ആളുകൾ മരിക്കുന്നതിനെതിരെ മാത്രമല്ല, മതപ്പാടുണ്ടാകുന്ന ഉഷ്ണ കാലഘട്ടത്തിൽ ദൈവം പൊട്ടനായി പോവുമല്ലോ. കാരണം ആന എഴുന്നള്ളത്ത് മതത്തിന്റെ ഭാഗമാണെങ്കിൽ ആനക്ക് മതളകണ കാലഘട്ടത്തിൽ ആനയെ പങ്കെടുപ്പിക്കുന്ന ഒരു ആഘോഷം ദൈവം പഠിപ്പിക്കുമോ? ദൈവത്തിന് ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? നന്നായി ആലോചിക്കണം, നന്നായി ചിന്തിക്കണം. അതുകൊണ്ട് മുസ്ലിങ്ങളോട് ഞാൻ പറയുന്നു, എന്ത് ആന എഴുന്നള്ളത്ത്, വെടിക്കെട്ടുകൾ മതമല്ല, ആചാരമല്ല, അനുഷ്ഠാനമല്ല, ബിസിനസ്സാണ്. അത് ഞാൻ തുറന്നു പറയുന്നു, സത്യസന്ധമായി പറയുന്നു. എനിക്ക് ഈ രാജ്യത്ത് ഈ സംഭവം നടന്നിട്ട് എല്ലാവരുടെ പ്രസ്താവനയും ഞാൻ വായിച്ചു. രാവും പകലും എന്നോട് ആളുകൾ ചോദിച്ചു, എന്താ ഉറങ്ങാത്തത്? ഞാൻ എങ്ങനെ ഉറങ്ങും? 113 മനുഷ്യർ വെന്തരിഞ്ഞ് വറവച്ചട്ടിയിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചാമ്പലാക്കിയ പോലെ ഈ 113 ഓർത്ത് എങ്ങനെ ഉറങ്ങാൻ കഴിയും? ഒരിക്കലും തിരിച്ചറിയാത്ത 10 പേരുടെ ശരീരം അങ്ങ് കരിച്ച് ചാമ്പലാക്കി, അവരുടെ ബോഡി തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ 380 ചില്ലാനം ആളുകൾ ഹോസ്പിറ്റലിൽ നരകയാതന അനുഭവിക്കുമ്പോ മനസാക്ഷിയുള്ളവൻ ഉറങ്ങാൻ കഴിയോ? ലാഘവത്തോട് ഉറങ്ങാൻ കഴിയോ? എനിക്കൊരു സങ്കടം തോന്നിപ്പോയിട്ടുണ്ട്. എന്താ അറിയോ? ആ പാവങ്ങളെ കുറിച്ച് ഓർക്കും എനിക്കുള്ള സങ്കടം അറിയോ? ഇലക്ഷന്റെ സമയത്തായി പോയല്ലോ ഈശ്വരാ, നീ അവരെ ഇതിന് വിധേയമാക്കിയത്. അവരെ കാര്യം ഗൗരവമായി ആരും ചർച്ച ചെയ്യില്ല, എനിക്ക് ഉറപ്പാണ് സുഹൃത്തുക്കളെ. ഒരു രാഷ്ട്രീയക്കാരും ചർച്ച ചെയ്യില്ല സുഹൃത്തുക്കളെ. ആ മനുഷ്യരെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നു. ഒരു ഹിന്ദു മതത്തിന്റെ ഒരു ഗ്രന്ഥത്തിലും പടക്കം പൊട്ടലില്ല സുഹൃത്തുക്കളെ. ബുദ്ധി കൊടുത്തൊന്ന് ആലോചിച്ച് നോക്കി. 200 കൊല്ലം മുമ്പ് ആ പടക്കം കണ്ടെത്തി. പാറ പൊട്ടിക്കാൻ അത് കണ്ടെത്തിയത് 5000 വർഷത്തിന്റെ പഴക്കല്ലേ സനാതന ധർമ്മത്തിന്, ഹിന്ദു ധർമ്മത്തിന്? 1500 വർഷത്തിന്റെ പഴക്കല്ലേ? അതിൽ കൂടുതൽ പഴക്കമില്ലേ ഋഗ്വേദത്തിന് സുഹൃത്തുക്കളെ? ചിന്തിച്ചു നോക്കി നിങ്ങൾ. ആ ഋഗ്വേദത്തിൽ 200 കൊല്ലായിട്ടുള്ള പടക്കം കണ്ടെത്തിയിട്ട്, ആ 200 കൊല്ലായിട്ടുള്ള പടക്കം കണ്ടെത്തിയിട്ട് ഈ 200 കൊല്ലത്തിന്റെ പുറത്താണോ സനാതന ധാർമ്മിക മൂല്യം? അതാണോ വേദഗ്രന്ഥങ്ങളുടെ കാലം? ആ വേദത്തിൽ അതുണ്ടോ? ഖുർആനിലുണ്ടോ? സുന്നത്തിലുണ്ടോ? ബൈബിളിലുണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ. ക്രിസ്മസ് ബൈബിളിലില്ല. ഓണവും വിഷുവും ആഘോഷങ്ങൾ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നതൊന്നും വേദഗ്രന്ഥത്തിലില്ല. മനുഷ്യൻ ആത്മീയത നൽകുന്നതല്ലാത്തൊന്നുമില്ല. ദയവ് ചെയ്ത് ഞാൻ വിനീതമായി നിങ്ങളോട് പറയുന്നു, ഇവിടെ അതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദയവ് ചെയ്ത് ചെയ്യരുത്. ഞാൻ ഒന്നുകൂടി നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്. മകന്റെ കയ്യിൽ 1000 രൂപ കൊടുത്തു, മോനെ ഇതിന് ഇന്നൊക്കെ വാങ്ങണം. അവൻ 1000 രൂപ കീറിയാൽ നിങ്ങൾ അംഗീകരിക്കുമോ അവന്റെ കർമ്മത്തെ? കടയിൽ പോയി ഭർത്താവ് ഗ്ലാസ് വാങ്ങിക്കൊണ്ടുവന്നു. 10 ഗ്ലാസ് വേണമെന്ന് പറഞ്ഞാൽ അതിഥികൾ വരുന്നു. ആ ഗ്ലാസ് വാങ്ങിക്കൊണ്ടുവന്ന് വീടിന്റെ തറയിൽ ഭർത്താവ് ഓരോ ഗ്ലാസും എറിഞ്ഞു പൊട്ടിച്ചാൽ ആ ഭർത്താവിനെ നിങ്ങൾ എന്ത് വിളിക്കും? കടയിൽ ചെന്ന് കോടിക്കണക്കിന് ഉപ്പന്റെ പടക്കം വാങ്ങി 5 മിനിറ്റ് കൊണ്ട് പൊട്ടിച്ചു കളയാൻ സർവശക്തനായ കരുണാമയനായ ഈശ്വരൻ പറയോ? ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. അത് മതമല്ല, ആചാരം. അതെപ്പോഴാണ് ഉണ്ടായതെന്ന് അറിയുന്നത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് മതവിശ്വാസത്തിന്റെ ഭാഗമാക്കിയാലേ ഇത് കൂടുതൽ വിൽക്കാൻ പറ്റും. അതുകൊണ്ട് മതാധ്യക്ഷന്മാരും ബിസിനസ്സുകാരും കൂടി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതിന്റെ കൈക്കൂലി കൈപ്പറ്റിയവരാണ് മതാധ്യക്ഷന്മാർ. എല്ലാ മതത്തിലെയും പറഞ്ഞേക്കുക. നിങ്ങൾ എല്ലാവരും പറയൂ, ജനങ്ങൾ പറയൂ. ഒരമ്മനെ നിങ്ങൾ കണ്ടില്ലേ? പരവൂരിൽ എന്റെ പെങ്ങളെ കെട്ടിച്ച സ്ഥലം. അവിടെ നടക്കുന്ന പല ദുരന്തങ്ങളും പ്രസംഗിച്ച ഒരാളാണ് ഞാൻ. അത് അവിടെ കയറി ചെന്ന് പറഞ്ഞ ഒരാളാണ്.
മുഖ്യമന്ത്രിനോട് പറയേണ്ടത് മുഖ്യമന്ത്രിനോട് കയറി ചെന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയണമെന്ന് പറയുന്ന ആളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് ശരിയല്ല, ഇത് ശരിയല്ല, ഇത് മതമല്ല, മനുഷ്യനാണ് മൂല്യം. ഒരു അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട 2 കുഞ്ഞുങ്ങളെ കണ്ടില്ലേ നിങ്ങൾ പത്രത്തില്? അവരുടെ കണ്ണുകൾക്ക് ഈ രാജ്യത്തിന്റെ തോരാത്ത കണ്ണുനീരായി. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ദേശീയ ദുരന്താക്കി പ്രഖ്യാപിക്കണം എന്നല്ല അഭിപ്രായം? എന്തിന്? ഞാൻ ചോദിക്കുന്നത് എന്തിന്? ദേശീയ പ്രശ്നമായിട്ട് അംഗീകരിച്ചു. ഇവിടെ എന്ത് നടന്നു? അടുത്ത ദിവസം പൊട്ടൂലേ? തൃശ്ശൂർ പൂരത്തെ കുറിച്ച് ഇന്ന് എന്താ പറഞ്ഞേ? കഴിഞ്ഞ കാലമുണ്ടോ? അതൊക്കെ ഇപ്പോഴും നടക്കണം. 5 ദിവസം പിന്നിട്ടിട്ട് പോലും ആ മരിച്ച മനുഷ്യരെ കുറിച്ച് ഓർക്കാൻ കഴിഞ്ഞു? നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല ഇത്. ഇത് പടച്ചോൻ പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. അത് ഒഴിവാക്കിയ ഒരു തെറ്റുലെങ്കിൽ രാഹുൽ ഈശ്വർ പറഞ്ഞില്ലേ, കോടിക്കണക്കിന് റുപ്യ ലാഭിച്ചൂടെ? 102 കോടി മനുഷ്യർ പട്ടിണി കിടക്കുന്നില്ല ഈ രാജ്യത്ത്. നമുക്കത് സമ്പാദിച്ചുകൂടെ? സുഹൃത്തുക്കളെ, അത് മതത്തിന്റെ ഭാഗമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞങ്ങളോട് പറഞ്ഞു. പടക്കം കണ്ടെത്തി അത് പാറ പൊട്ടിക്കാൻ ഉപയോഗിച്ചു. അത് പിന്നെ മനുഷ്യരെ കൊല്ലാൻ ഉപയോഗിച്ചപ്പോഴാണ് സമാധാനത്തിന്റെ നോബൽ സമ്മേളനം ഈ സയൻസ് അധ്യാപകൻ, ഈ ശാസ്ത്രകാരൻ ഏർപ്പെടുത്തി. മനുഷ്യരെ കൊല്ലാനല്ല അത്. മനുഷ്യരെ കൊല്ലാൻ എനിക്ക് പേടി തോന്നിപ്പോവാണ്. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോണം, പരവൂര് പോണം, ബുദ്ധിമുട്ടുമ്പോൾ നേരെ കാണണം. നിങ്ങൾ ആലോചിച്ചു, ഒരു മനുഷ്യനെ പൊള്ളലേൽക്കുക എന്ന് പറഞ്ഞാൽ, അതും സുഹൃത്തുക്കളെ ശാമ്പലായി പോകുന്ന ഈ ആഘോഷം നിയമങ്ങളുടെ 27 ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അത് അവിടെ നടന്നത്. 27 ചട്ടങ്ങൾ. അവിടെ എന്തൊക്കെ നിയമം ഇത് പൊട്ടിക്കാനുണ്ടോ അത് മുഴുവനും ലംഘിച്ചു. ഇത്രയൊക്കെ. ഇനി നിങ്ങൾ നോക്ക്, 10 ലക്ഷം പ്രഖ്യാപിച്ചു. 113 ആളുകൾക്ക് 10 ലക്ഷം പ്രഖ്യാപിച്ച കോടി എത്രയും? 1 കോടി എത്ര ചിന്തിച്ചു നോക്ക് നിങ്ങൾ, കണക്ക് കൂട്ടി നോക്കി. ഇതൊക്കെ വന്നത് എന്തുകൊണ്ടാ? മതം പഠിപ്പിക്കാത്തൊന്ന് നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട്. ആ നിയമത്തിനെ കുറിച്ച് നിങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കണം. വലിയ പടക്കങ്ങൾ പൊട്ടുന്നതുമായി ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്ത് അയൽപ്പക്കത്ത് ഒരു കല്യാണം നടന്നു. പന്നി വെടി എന്നിട്ടൊരു വെടിയുണ്ട്. അത് പൊട്ടിച്ചപ്പോ മുസ്ലിം വീട്ടിലെ കല്യാണം നടന്നു. പാവപ്പെട്ട അയൽവാസിയായ അവിടുത്തെ വൈദ്യരുടെ മകൻ അജീഷ്, അവന്റെ കയ്യാ പോയത്. ഒരു പന്നിപ്പടക്കം പൊട്ടിയപ്പോ പോലും ഒരു കുടുംബത്തിന്റെ അത്താണിയായ മകന്റെ കൈ പോയി. അന്ന് അവിടെ വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. മുസ്ലിം വീട്ടിൽ വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, മനുഷ്യൻ സ്വയം തയ്യാറാകണം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ഒരു ആറ്റം ബോംബിനേക്കാൾ വലിയ ശക്തിയുണ്ട്. ഹൈറ്റ് കുറഞ്ഞൊരു ചെറിയ മനുഷ്യനാണ്. ലോകത്തൊന്നും ഇന്ന് വരെ നേടിയിട്ടില്ല. ഒന്നിന്റെയും, നേരത്തെ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ പോലെ ഒന്നിന്റെയും സ്ഥാനം വഹിക്കുന്നില്ല. മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് എന്റെ സ്ഥാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, മനസാക്ഷിയുള്ളവരുടെ മുമ്പിൽ. ഓച്ചിറ ക്ഷേത്രത്തിൽ നിങ്ങൾക്കറിയോ 250 അച്ഛനമ്മമാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അവരെ. 250 അച്ഛനമ്മമാർ വൃദ്ധസദനത്ത് കൊണ്ടുപോയാക്കിയതാ മക്കള്. ഓച്ചിറയിൽ പ്രസംഗം കഴിഞ്ഞപ്പോ ഒരു അമ്മ എന്റെ പിന്നാലെ കൂടി. അവിടെ അറുപുകാട് ക്ഷേത്രത്തിൽ പ്രസംഗിച്ചപ്പോ ഒരു അമ്മ എന്റെ പിന്നാലെ കൂടി. 66 വയസ്സുള്ള ഒരു അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ ആരായാലും മണ്ടിയിൽ എന്റെ മോനെ നീ എന്നൊന്ന് കൊണ്ടുപോകും. ആ അമ്മമാരുടെ അച്ഛനും അമ്മയും വാർദ്ധക്യം പ്രാപിച്ചാൽ എന്ന് പോലും നീ അവരോട് പറയരുത്. അച്ഛനോട് അമ്മയോട് കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. അച്ഛനമ്മമാർ തള്ളപ്പെടുന്ന ഒരു ലോകത്ത് ഒരമ്മ സർക്കാരിനോട് പറഞ്ഞിരുന്നു, ഈ ശബ്ദത്തിലുള്ള പടക്കം ഒന്ന് നിയന്ത്രിച്ചൂടെ? എന്റെ വീട് പൊട്ടിപ്പൊളിഞ്ഞു, എനിക്കാരുമില്ല. ആ അമ്മ പിന്നെ ഞെട്ടി നിൽക്കുന്നത് എങ്ങനെ അറിയങ്ങള്? ഒരു മനുഷ്യന്റെ കൈ അറ്റിട്ട് ആ കൈ തെറിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് വീണിരിക്കുന്നു. അവര് വീണ്ടും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. എനിക്കുള്ള ഏറ്റവും വലിയ സങ്കടം പറഞ്ഞോട്ടെ നിങ്ങൾക്ക്, ഒരാഴ്ച കഴിഞ്ഞോ അത് സംഭവിച്ചിട്ട്? ഒരാഴ്ച കൊണ്ട് എല്ലാരും പത്തി മടക്കി പോയിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ തൃശ്ശൂർ പൂരത്തിന്റെ വാർത്ത വായിച്ചപ്പോ എനിക്ക് തോന്നിയെന്നറിയാം, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല കേട്ടോ, എനിക്കൊരു രാഷ്ട്രീയവുമില്ല. എന്റെ രാഷ്ട്രീയവും എന്റെ എല്ലാം മനുഷ്യരാ. ആ മനുഷ്യർക്ക് വേണ്ടി ഞാൻ ശബ്ദിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മളെല്ലാരും, നിങ്ങൾ ജനങ്ങൾ പറയണം, ഞങ്ങളുടെ ക്ഷേത്ര ജനങ്ങൾക്ക് ഇനി പടക്കം പൊട്ടൽ വേണ്ട. എത്ര സന്യാസിമാർ പറഞ്ഞതില്ല? എത്ര സന്യാസിമാർ പറഞ്ഞാൽ പോരെ നിങ്ങൾക്ക്? ആരാ പിന്നെ പറയേണ്ടത്? ജനങ്ങളും പറഞ്ഞു, സന്യാസിമാരും പറഞ്ഞു, മതപണ്ഡിതന്മാരും പറഞ്ഞിട്ടും ഇത് പൊട്ടിക്കണം എന്ന് വിചാരിക്കുന്നത് ദുരുദ്ദേശമല്ല സുഹൃത്തുക്കളെ, പണാധിപത്യമല്ല സുഹൃത്തുക്കളെ. ജനങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വേണ്ടിയില്ല, ഞങ്ങൾക്ക് ഇതിനൊക്കെ ആഘോഷിക്കണം. ചെയ്യരുത്. ഇനി ഇതിൽ കവിഞ്ഞൊന്നും പറയാൻ എനിക്കില്ല. എനിക്ക് പറയാൻ ഇതിൽ കവിഞ്ഞൊന്നുമില്ല. 2-3 കാര്യം കൂടി പെട്ടെന്ന് പറയുന്നു ഞാൻ. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 37 ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഹതോവ പ്രാപ്സസി സ്വർഗ്ഗം ജിതവ മോക്ഷസേ മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗമുണ്ട് സുഹൃത്തുക്കളെ. ദൈവസന്നിധിയിലെത്തും, ഉറപ്പ്. മനുഷ്യരൊക്കെ എല്ലാരും, അല്ലാണ്ട് ഹൈന്ദവ സമൂഹം അവരുടെ ദൈവത്തിന് മുമ്പിലും ക്രിസ്ത്യാനികൾ അവരുടെ ദൈവത്തിന് മുമ്പിലും അല്ല, നമ്മളൊക്കെ ഒരൊറ്റ ദൈവത്തിന്റെ മുമ്പിൽ വരും. ഷുവർ, ഉറപ്പിച്ചു പറയുന്നു ഞാൻ.
ഉറപ്പിച്ചു പറയുന്നു. ഭഗവത്ഗീത പറയുന്നുണ്ടത്, ഋഗ്വേദം പറയുന്നുണ്ടത്, കൃഷ്ണ യജുർവേദം പറയുന്നുണ്ടത്, വേദഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടത്, ഉപനിഷത്തുകൾ പറയുന്നുണ്ടത്. പുനർജന്മൊന്നും ആയിരുന്നില്ല, അത് കൃത്യമായ പരലോക വിശ്വാസം. ആ ഈശാവാസി ഉപനിഷത്ത് പറയുന്നതറിയോ? അന്തം തമഹ പ്രവിശംതിയേ സംപുത്യപാസതേ തതോ ഭൂയൈവദേയഹു സംപുത്യാമൃതഃ. ഈശാവാസി ഉപനിഷത്ത് പറയാണ്, ദൈവേതരരെ നിങ്ങൾ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിലാ വരിക. സൃഷ്ടികളെ നിങ്ങൾ ആരാധിച്ചാൽ നരകത്തിലാ വരിക. ദൈവത്തെ മാത്രം ആരാധിച്ചാൽ സ്വർഗത്തിലാ വരിക. വേദഗ്രന്ഥങ്ങൾ ഖുർആൻ പറയുന്നതും അതാണ്. ഏക ദൈവം, ഒറ്റ ദൈവം, അവൻ ഒരിക്കലും മരിക്കില്ല, അവന് മരണമില്ല, അവന് ക്ഷീണമില്ല, അവന് തളർച്ചയില്ല. അവൻ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവനാണ്, സൂര്യനെ നിയന്ത്രിക്കുന്നു. 13.5 ലക്ഷം ഭൂമിയുടെ വലുപ്പമുള്ള സൂര്യനെ നിയന്ത്രിക്കുന്നവനാണ്. ആ സർവശക്തിയിലേക്കുള്ള ഒരു മടക്കം എനിക്ക് എന്നോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം, ഞാൻ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. എനിക്കൊരു നിർദ്ദേശവും കൂടിയുണ്ട്. എന്നെ പോലെയുള്ള ആളുകളുടെ എവിടെ അതുണ്ടായി ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ചില പ്രഭാഷണത്തിന്റെ ചെറിയ ഭാഗം കട്ട് ചെയ്ത് കേൾപ്പിച്ചിട്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ചവർ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാഞ്ഞങ്ങാട് എന്നപ്പോൾ അവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയണം, നിങ്ങൾ എന്റെ പ്രസംഗം ഫുള്ള് കേൾക്കുക. ഒരാൾക്ക് ഒരു തെറ്റിദ്ധാരണയില്ല, ഒരു തെറ്റിദ്ധാരണ. മനുഷ്യത്വത്തിനെതിരായി ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയണം. ഒരാളോട് ഒരു വിരോധമില്ല. ഒരു ഹിന്ദു സ്ത്രീ 3 മാസം പ്രായമായ അവരുടെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയി കളഞ്ഞു. ഈ വിവരം ഔദ്യോഗികമായി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, സാർ എനിക്ക് ആ മോനെ തരണം, ആ ഹിന്ദു സ്ത്രീ ഉപേക്ഷിച്ച് പോയ മോനെ എനിക്ക് തരണം, ആ മനുഷ്യ കുഞ്ഞിനെ എനിക്ക് തരണം, ജാതി മതം നോക്കാതെ എനിക്ക് തരണം സാർ. ഞാൻ അവരോട് ആവശ്യപ്പെട്ടതാണ്. ഇവിടെ ഞാൻ വർഗീയതയും തീവ്രവാദമല്ല പറയുന്നു. എനിക്കൊരു മതമുണ്ട്. മഹാത്മാഗാന്ധി ഹരേ രാം എന്ന് പറഞ്ഞ പോലെ അല്ലാ എന്ന് വിളിക്കുന്ന ഒരു മതം എനിക്കുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെയും മുറുക്കാൻ ഞാൻ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ മനുഷ്യന്റെ പ്രശ്നങ്ങളായി കാണും. അവിടെ രാഷ്ട്രീയം പ്രശ്നമാകരുത്. മനുഷ്യനേക്കാൾ മൂല്യവത്തായ ഒന്നുമില്ല. ഒരു വോട്ടില്ല, വേണ്ട, പ്രാവശ്യം ജയിക്കണ്ട, 4 ആവശ്യത്തിൽ ഒരു നല്ല കാൽവെപ്പ് വെക്കാമായിരുന്നില്ലേ? ഈ മനുഷ്യരൊക്കെ മരിച്ചിട്ട് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ ആവേശം കൂട്ടിയാ പോരാ. അത്രയേറെ ആളുകൾ മരിച്ചതിന്റെ വേദന, ആത്മാർത്ഥമായ പ്രയത്നം. ഞാനൊരു കാര്യം ഉറച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളോടത് പറയാൻ. ഏതൊക്കെ അമ്പലങ്ങളിൽ ചെന്ന് എനിക്കിത് പറയാൻ പറ്റുമോ ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഇനി വ്യാപകമായി പറയും. ഏത് ദേവസ്വം ബോർഡിന്റെയും ഏത് അമ്പല കമ്മിറ്റികളുടെയും അയ്യപ്പദാസ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സന്യാസി. ഞാൻ പറയും അദ്ദേഹത്തോട്, സാർ ഇത് ശരിയല്ല, ഇതിനെ കുറിച്ച് പഠിക്കണം, ഇതിൽ നിയന്ത്രണം എന്ന് പറഞ്ഞ് നടക്കൂലട്ടോ. 400 തവണ ഉണ്ടായിട്ടും നിയന്ത്രിക്കണമെന്നേ പറഞ്ഞുള്ളൂ. എന്നിട്ട് നിയന്ത്രിച്ചോ? വലുതിൽ നിന്ന് വലുതിലേക്ക്, 68-ൽ നിന്ന് 110-ലേക്ക്, ഇനി 210-ൽ വരും. അപ്പോഴും നിയന്ത്രണം എന്നുള്ള വാചകം ഒഴിവാക്കുക, നിരോധിക്കുക, തിന്മകളെ നിരോധിക്കുക. അത് മുസ്ലിം ചെയ്താലും അമുസ്ലിം ചെയ്താലും, അത് എന്ത് വൃത്തികേടാവട്ടെ. ഒരു കാര്യം കൂടെ പറയാം, ഒരു മുസ്ലിമിന്റെ തെറ്റ് തെറ്റാണെന്ന് പറയാൻ മുസ്ലിംകൾക്കും, ഒരു ഹൈന്ദവന്റെ തെറ്റ് തെറ്റാണെന്ന് പറയാൻ ഹൈന്ദവർക്കും, ഒരു ക്രൈസ്തവന്റെ തെറ്റ് തെറ്റാണെന്ന് പറയാൻ ക്രൈസ്തവർക്കും സാധിക്കുന്ന ധന്യമായ വർഗീയതയില്ലാത്ത ഏത് ദിനം പിറക്കുന്നുവോ അന്നേ നമ്മൾ നന്നാവും. ഇസ്ലാം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് പറയുന്നു. ആ ജീവിതത്തിന്റെ വിജയമാണ് വിജയം എന്ന് പറയുന്നു. ഗജ്രിവാൾ എന്ന മുഖ്യമന്ത്രി പറയുന്നത്, ഞാൻ ഉമറിന്റെ ഭരണം ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഉമർ നന്നായത് ഖുർആൻ പഠിച്ചപ്പോഴാണ്, ഉമർ നന്നായത് പ്രവാചകനെ മാതൃകയാക്കിയപ്പോഴാണ്. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സാഗൂതം കെട്ട് നിങ്ങൾക്കെല്ലാം അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എനിക്ക് സ്വതന്ത്രമായി സംസാരിക്കാൻ അവസരം തന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഭാരവാഹികളോട് അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ ആരോഗ്യാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളോട് അവസാനിപ്പിക്കുമ്പോൾ 4 പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ഒന്നൊറ്റ ദൈവം, അവനെ മാത്രം ആരാധിക്കുക. ഒരു ജാതി മനുഷ്യജാതി, ഒരു വർഗം അത് മനുഷ്യരാണ്. ഒരൊറ്റ ദൈവം, ഒരൊറ്റ ജനത എന്ന തത്വം അത് നമ്മൾ ജീവൽഗന്ധിയാക്കി മാറ്റി പരസ്പരം മതങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക, ആഴമേറി പഠിക്കുക. മനുഷ്യനാണ് ഏറ്റവും പ്രധാനമെന്ന തിരിച്ചറിവുണ്ടാകുക. സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, നല്ല മനുഷ്യരാക്കി അല്ലാഹു നമ്മെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.